السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയനായ അൽ ഫുർഖാൻ അറബി കോളേജ് പ്രിൻസിപ്പൽ ജുനൈദ് ഫാറൂഖി, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ സഹിച്ച ത്യാഗത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയായി. മുസ്ലിം ലോകത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏതാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ലേബലോട് കൂടിയല്ല ജനിക്കുന്നത്. ഖുറൈശികളിലെ കുടുംബത്തിലെ ഒരു സാധാ കുഞ്ഞ് ജനിക്കുന്നത് പോലെയായിരുന്നു ജന്മം കൊണ്ട്. ഭാവിയിൽ പ്രവാചകനാവാൻ പോകുന്നയാളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനോ കുടുംബാംഗങ്ങൾക്കോ ഒന്നും അറിയില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജന്മദിനത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ ചരിത്രകാരന്മാർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് പ്രവാചകനായിക്കൊണ്ടാണ് മരിക്കുന്നത്. ലോകം മുഴുക്കെ ആ പ്രവാചകന്റെ നാമം കേട്ടിട്ടുണ്ട്. ആ പ്രവാചകന്റെ നവോത്ഥാനത്തിന് ലോകം സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നാണെന്ന് ചോദിച്ചാൽ നൽകുന്ന ഉത്തരം, പ്രവാചകന്റെ ഹിജറക്ക് ശേഷം മദീനയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് പാലായനം ചെയ്തു വന്ന 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ശുഭ നമസ്കാര ശേഷം കഴിഞ്ഞ് ളുഹാ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് ചരിത്രകാരന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സമൂഹം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ദിവസം, ഈ പ്രോഗ്രാം ഇന്നത്തെ ദിവസം തീരുമാനിക്കപ്പെട്ടത് അവിചാരിതമായിക്കൊണ്ടാണ്. നമ്മുടെ 1-2 പ്രോഗ്രാമുകൾ കാരണം നമുക്ക് തൊട്ടടുത്ത മുൻ ദിവസങ്ങളിൽ നമുക്ക് ഈ പ്രോഗ്രാം വെക്കാൻ സാധിച്ചില്ല. ഇന്ന് തന്നെ ഈ പ്രസംഗം, ഈ പ്രോഗ്രാമിന്റെ സന്ദേശം ഇന്നലെ തന്നെ ആളുകളിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇന്ന് ഇവിടെ സൂചിപ്പിച്ചു ആശംസാ ഭാഷണത്തിൽ ബഹുമാന്യനായ ജമാൽ മൂസ സാഹിബ് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ ഗാനങ്ങളുടെ പാരഡി വെച്ചുകൊണ്ട് മുട്ടും പാട്ടുമാണ് പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ. വീടുകളിൽ മുഴുവൻ ആഘോഷമാണ്. എന്നാൽ ഒരൊറ്റ വ്യത്യാസം മാത്രം, ഇന്നും റബീഉൽ അവ്വൽ 12 പ്രവാചകൻ വിട പറഞ്ഞ ദിവസം അന്നൊരു തിങ്കളായിരുന്നു, ഇന്ന് ഞായറാഴ്ചയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞ് പ്രവാചകൻ ജനിച്ചു എന്ന് പറഞ്ഞ ഈ ദിവസം പ്രവാചകൻ വിട പറഞ്ഞ ദിവസമാണ് എന്നുള്ളതാണ് ഈ ആഘോഷത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ വിരോധാഭാസമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണപ്പെട്ട ദിവസം, കൃത്യമായി പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് റബീഉൽ അവ്വൽ 12 എന്ന ദിവസം തീരാ നൊമ്പരമാണ്. മുസ്ലിം ഉമ്മത്ത് തങ്ങളുടെ ഉയിരിനേക്കാളും ഉടലിനേക്കാളും സ്നേഹിച്ച അവരുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അവരിൽ നിന്ന് യാത്ര പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തിന് ശേഷം ഓരോ പ്രഭാതവും, ഓരോ സൂര്യോദയവും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലേക്ക് ദുഃഖത്തിന്റെ തിരമാലകളുമായി കൊണ്ടാണ് കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദീനിന്റെ പ്രബോധനം അവസാനിച്ചു. പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല. കേവലം ഒരു പ്രബോധന ദൗത്യമല്ല, 23 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പട്ടിണിയുടെ, ഭയപ്പാടിന്റെ, പ്രയാസത്തിന്റെ, പീഡനങ്ങളുടെ, യുദ്ധങ്ങളുടെ ചരിത്രമാണ് അവസാനിച്ചത്.
പച്ചില ഭക്ഷിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാഷ്ടിച്ചിട്ടുണ്ട്, വിസർജനം ചെയ്തിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ മരിക്കുന്ന സമയത്ത് വരെ ഖുബ്സൻ മുറഖഖ, ശരിക്ക് പൊടി കളഞ്ഞ നല്ലൊരു റൊട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കഴിക്കാൻ അവിടുന്ന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാം ഇരിക്കുന്നത് പോലെയുള്ള ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട്, ജീവിതത്തിൽ രാജാക്കന്മാർ കഴിക്കുന്നത് പോലെ ഒരു തീന്മേശയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ ത്യാഗത്തിന്റെ ചരിത്രം എത്രയാണ്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മളൊക്കെ വീട്ടിൽ വന്നാൽ എത്ര സുന്ദരമായി സമാധാനത്തിലാണ് സലഫികളെ, തൗഹീദി പ്രബോധനത്തിന്റെ പ്രചാരകരെ നമ്മൾ കടന്നുറങ്ങുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. രാത്രി ആയിഷയുടെ വീട്ടിലാണെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. പ്രവാചകന് കണ്ണുപൂട്ടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കുന്നില്ല. ശത്രുക്കൾ ഏത് നിമിഷവും വീട്ടിലേക്ക് കയറി വരും, അപായപ്പെടുത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ജാഗ്രതയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു ദിവസം ഉറക്കിളച്ച ദുഃഖത്തിൽ ഒന്നും ഉറങ്ങാൻ കഴിയാതെ പ്രവാചകനത് പ്രയാസമായ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ ഞാൻ കേൾക്കപ്പറഞ്ഞു, ലൈത റജുലൻ സ്വാലിഹൻ മിൻ ഉമ്മതി യഹ്രിസുനിൽ ലൈല, ഇന്നത്തെ രാത്രി എനിക്ക് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ കാവലിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായി ഉറങ്ങാമായിരുന്നു. ഫസമിഅനാ സൗത സിലാഹ്, ഇത് പറയേണ്ട താമസം വീടിന്റെ പുറത്തു നിന്ന് ആയുധങ്ങളുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. മൻ ഹാദാ, റസൂൽ ചോദിച്ചു, ആരാണ് വീടിന് പുറത്ത്? അവിടുന്ന് മറുപടി, അന സഅദ് ഇബ്നു അബി വഖാസ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ സഅദാണ്, സഅദ് ഇബ്നു അബി വഖാസ് ആണ്. ജിഅതു അഹ്രിസുക ലൈല, ഇന്നത്തെ രാത്രി അങ്ങേക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ഉറക്ക് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ വന്നതാണ് റസൂലേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാമ റസൂലുള്ളാഹി, റസൂൽ അന്നത്തെ ദിവസം ഉറങ്ങി. ഹത്താ സമിഅതു ഗതീതഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂർക്കം വലി ഞാൻ കേട്ടു, ഉറക്കിന്റെ ശക്തി കാരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ത്യാഗമെന്ന് പറയുന്നത്. പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഉറ്റപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമായ ആളുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട്, ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കാതെ, കാല് കല്ലേറുകൊണ്ട് രക്തത്തിൽ കുളിച്ച അള്ളാഹുവിന്റെ റസൂൽ വിട പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന 10ാമത്തെ വർഷം. ആ വർഷം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് മന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്ത്യയാത്രക്ക് സമയമായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും താൻ യാത്രയാകാൻ ഒരുങ്ങുകയാണ് എന്ന സൂചന സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട്, വാക്കുകൊണ്ടും പ്രവൃത്തിയിലും. പ്രസിദ്ധമായ ഹദീസാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് പറഞ്ഞയച്ച ഹദീസ്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, യാ മുആദ് ഇന്നക അസഅൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ, മുആദേ നീ ഈ സത്യത്തിന്റെ സന്ദേശവുമായി കൊണ്ട് യമനിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ നിനക്ക് എന്നെ ഒരു വട്ടം കൂടി കാണാമെന്ന് ആഗ്രഹിച്ചാലും ശരി, ഒരു പക്ഷെ നിനക്ക് എന്നെ കാണാൻ സാധിച്ചില്ലെന്ന് വരാം. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, ഇനി ഈ ഒരു ദിവസം നീ മദീനയിലേക്ക് തിരിച്ചു വരുമ്പം എൻ്റെ ഈ പള്ളിയുടെ സമീപത്തിന്റെയും എൻ്റെ ഖബറിന്റെ സമീപത്തു കൂടെയായിരിക്കും നീ നടന്നു പോവുക എന്ന് പറയേണ്ട താമസം മുആദ് റളിയല്ലാഹു അൻഹു ബകാ ഖശഅൻ, പ്രവാചകന്റെ വാക്ക് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സൂചനകളിൽ ഒന്നായിരുന്നു അത്. പിന്നീട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ റമളാനിലും 10 ദിവസമായിരുന്നു ഇഅ്തികാഫ് ഇരുന്നത്. എന്നാൽ താൻ വഫാത്താവുന്ന തൊട്ടുമുമ്പത്തെ വർഷം ഹിജറ 10ാം വർഷം അള്ളാഹുവിന്റെ റസൂൽ 20 ദിവസം ഇഅ്തികാഫിലിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ വർഷവും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനപ്പാടമുള്ളത് വീണ്ടും പ്രവാചകനെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു. ഹിജറ 10ാം വർഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തദാറസഹുൽ ഖുർആന മർറതൈൻ, 2 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പതിവിന് വിപരീതമായി കൊണ്ട് വിശുദ്ധ ഖുർആന്റെ മനപ്പാടമുള്ള ഭാഗങ്ങൾ, പ്രവാചകന് ഇറങ്ങിയ ഭാഗങ്ങൾ ഓതിക്കേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗം അവസാനിക്കുകയാണ്, പ്രബോധനം അവസാനിക്കുകയാണ്.
ഏതൊരു പ്രബോധകന്റെയും മനസ്സ് കുളിർക്കുന്ന രംഗമുണ്ട്. താൻ ജീവിതകാലത്ത് മുഴുവൻ സഹിച്ച ത്യാഗത്തിന്റെ ഫലം ഒന്ന് നേരിട്ട് കാണണം. അള്ളാഹുവിന്റെ റസൂൽ സഹിച്ച ത്യാഗത്തിന്റെ ഫലം നേരിട്ട് കാണണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു. അള്ളാഹു കൽപ്പന കൊടുത്തു, ഈ വർഷം അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു, ഞാനിതാ ഈ വർഷം ഹജ്ജിന് പോവുകയാണ്. സ്വഹാബത്ത് തൊട്ടുമുമ്പത്തെ വർഷവും ഹജ്ജിന് പോയിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ വർഷം ഹജ്ജിന് പോവാത്തവരും പോയവരുമായ ആളുകൾ മുഴുവനും റസൂലിന്റെ കൂടെ ഹജ്ജിന് പോകാൻ തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോയി. ഹജ്ജിന്റെ ഓരോ ദിനങ്ങളിൽ അവസാനം ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിന്റെ അന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്യാൻ വന്ന സമയത്ത് കണ്ട കാഴ്ച വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തളഅഫൂൻ, ന്യൂനപക്ഷമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞുപോയിരുന്നു. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമെന്ന് നിങ്ങൾ പേടിച്ച ദിനങ്ങളുണ്ടായിരുന്നു. 80, 90, 100, 101 പേരാണ് ഹബ്ശയിലേക്ക് ആദ്യത്തെ ഹിജറ പോയത്. വിരലിലെണ്ണാവുന്ന ആളുകളായിരുന്നു ഈ തൗഹീദി പ്രബോധനത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ പ്രബോധനത്തിന്റെ അവസാനം ഹജ്ജത്തുൽ വദാഇൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, 1,24,000 മുതൽ 1,44,000 വരെയുള്ള ആളുകളാണ് തന്റെ അറഫ മൈതാനിയിലെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ തടിച്ചുകൂടിയത്. ഇതിനേക്കാൾ വലിയ സന്തോഷം അള്ളാഹുവിന്റെ റസൂലിന് എന്ത് വേണമെന്ന് ആലോചിച്ച് നോക്കൂ. തന്റെ പ്രബോധനത്തിന്റെ സുന്ദരമായ അവസ്ഥകളാണ് കാണുന്നത്. ജനങ്ങൾ ദീനിന്റെ മാർഗത്തിലേക്ക് ഒഴുകി വരികയാണ്. ത്യാഗത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചു. ഇസ്ലാമിന്റെ പ്രതാപത്തിന്റെ ദിനങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. സ്വഹാബത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് കേട്ടൊരു പ്രസംഗമുണ്ട്. അവിടെ നിന്ന് ആരംഭിച്ചു. അറഫാ മൈതാനിയിൽ തന്റെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷത്തോളം വരുന്ന അതിലധികം വരുന്ന അനുയായി വൃന്ദത്തോട് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, ജനങ്ങളെ നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. പലവട്ടം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസംഗത്തിന് വേണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ നൃത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. فإني لا أدري لعلي لا ألقاكم بعد عامي هذا بهذا الموقف أبدا. ഇതുപോലെ ഈ ഒരു അറഫാ മൈതാനിയിൽ ഞാൻ സമ്മേളിച്ചതുപോലെ നിങ്ങളോടൊപ്പം ഒരു ദിവസവും കൂടി ഒരു വട്ടം കൂടി സമ്മേളിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ അറഫാ മൈതാനിയിൽ നടത്തിയ പ്രസംഗം പ്രസിദ്ധമാണ്. അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ മുമ്പിൽ പറഞ്ഞു. ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും പരിശുദ്ധമാണ്. കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ ഈ ദിനത്തിന്റെ പരിശുദ്ധി പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും നിങ്ങളുടെ ധനത്തിനും പരിശുദ്ധിയുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നടത്തിയ ഉപദേശങ്ങളിൽ ഒന്നായിരുന്നു ഫത്തഖുല്ലാഹ ഫിന്നിസാ, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവരെ വേളി കഴിച്ചത്. അല്ലാഹുവിന്റെ പേരിലാണ് നിങ്ങൾ അവരെ നിങ്ങളുടെ ഭാര്യമാരായി കൊണ്ട് സ്വീകരിച്ചത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവരുമായി കൊണ്ടുള്ള ലൈംഗിക ബന്ധം അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അല്ലാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ണ് നിറയിപ്പിക്കുന്ന രൂപത്തിൽ സ്വഹാബത്തിനെ ഉപദേശിച്ചു സ്ത്രീകളുടെ വിഷയത്തിൽ. തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖദ് തറക്തു ഫീകും മാ ലൻ തളില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി കിതാബുല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന സമയം അത്രയും നിങ്ങൾ വഴിപിഴവിലാവുകയില്ല. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ ആ പ്രസംഗം അവസാനിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അറഫാ മൈതാനിയിലെ പ്രസംഗത്തിന് തൊട്ടുടനെയാണ് വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്, സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഇറങ്ങുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റസൂലേ, ഇന്നേ ദിവസം ഇതാ അങ്ങ് ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു, ദീന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വഹാബത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗം നടത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലുള്ള ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വഅൻതും തസ്അലൂന അന്നി, വഅൻതും തസ്അലൂന അന്നി,
നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കപ്പെടും. ഫമാദാ തഖൂലുൻ ഫമാ അൻതും ഖായിലുൻ, നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക? അവരൊന്നിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറുപടി പറയുന്നതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സാക്ഷി പറയും. അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ സാക്ഷി പറയും. അങ്ങ് ഞങ്ങളോട് ഗുണകാംക്ഷ കാണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ സാക്ഷി പറയും. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ തന്റെ ചൂണ്ടുവിരൽ അവർക്ക് നേരെ ഉയർത്തി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, താഴോട്ട് താഴ്ത്തുകയും അള്ളാഹുവിന്റെ നേരെ അഥവാ ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ്, ഞാൻ ഈ ദൗത്യം പൂർത്തീകരിച്ചു എന്നതിന് ഇവരുടെ നാവ് കൊണ്ട് അവർ പറയുന്നതിന് നീ സാക്ഷിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം അത് ആവർത്തിച്ചു. അലയും അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത് ആയത്ത് കേട്ടപ്പോൾ സ്വഹാബികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ദീനിന്റെ പൂർത്തീകരണമല്ലേ നടക്കുന്നത്. ഒരു ജൂതൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉമർ, ഇതുപോലെ ഒരു ആയത്ത് ഞങ്ങളുടെ ദീനിലുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു പറയുന്നൊരു മറുപടി ഉണ്ട്, ആ ആയത്ത് എവിടെ എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അലയും അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അറഫ മൈതാനിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചിരിക്കുക, സന്തോഷിക്കുക. ആ കൂട്ടത്തിൽ വളരെ ചുരുക്കം ചില ആളുകളുടെ കണ്ണു മാറി, അവർ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ആളുകൾ ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, ഈ ഒരു സന്തോഷത്തിന്റെ വേളയിൽ കൊണ്ടും താങ്കൾ കരയാനുള്ള കാരണം എന്താണ് ഉമർ? അദ്ദേഹം പറഞ്ഞ മറുപടി, മാ ബഅദൽ ഇക്മാലി ഇല്ല നുഖ്സാൻ, ഒരു കാര്യം പൂർത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന് പൂർത്തീകരണമില്ലെങ്കിൽ പിന്നീട് അതിലുള്ളത് കുറവല്ലേ? അള്ളാഹുവിന്റെ ദീന് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഇനി ഇവിടെ ആവശ്യമില്ലല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? ഉമർ റളിയല്ലാഹു അൻഹു അത് പെട്ടെന്ന് മനസ്സിലാക്കി. നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ മനസ്സ് വായിച്ചറിഞ്ഞ പ്രവാചകന്റെ അനുചരനാണ് ഉമർ റളിയല്ലാഹു അൻഹു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിദിനത്തിന്റെ അന്നും ദുൽഹിജ്ജ 10-നും വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിലേക്ക് മടങ്ങി. ഹിജ്റ 11-ാം വർഷം കടന്നു വന്നു. സഫർ മാസം കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഉടനെ ഉഹദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. ഉഹദിന്റെ ആ രണാങ്കണത്തിന്റെ പരിസരത്ത് അനേകം വിശ്വാസികളുടെ മയ്യത്ത് കബറടക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, സലാം പറഞ്ഞു അവരോട്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, തീർച്ചയായും ഞങ്ങൾ താങ്കളിലേക്ക് നിങ്ങളിലേക്ക് കൂടിച്ചേരുന്നവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്റെ കൂടെയുള്ള അനുചരന്മാരെ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉശ്ഹിദുല്ലാഹ അന്നി അൻകും റാൽ, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിന് മുമ്പിൽ തൃപ്തനാണെന്ന് സാക്ഷി നിൽക്കുന്നു. എന്നെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, ജീവൻ എനിക്ക് വേണ്ടി നിങ്ങൾ പടയപ്പെടുത്തിയിട്ടുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് നേരെയുള്ള അമ്പുകൾ തടുത്തുകൊണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയെ പോലെയുള്ള അബൂ ത്വൽഹത്തുൽ അൻസാരിയെ പോലെയുള്ള സ്വഹാബത്തിന്റെ പോരാട്ടമുണ്ട്. നഹ്രി നഹ്രി ദൂന നഹ്രിക യാ നബിയല്ലാഹ് വറഖബതി ദൂന റഖബതിക യാ നബിയല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ കിടങ്ങിൽ വീണ് പല്ല് പോയി വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും ത്വൽഹ അമ്പ് ചെയ്യുന്നത് ആഗ്രഹത്തോടു കൂടി നോക്കുകയാണ്. ത്വൽഹ എയ്തു വിടുന്ന ഓരോ അമ്പും ലക്ഷ്യത്തിൽ പതിക്കുന്നുണ്ടോ? ത്വൽഹ പറഞ്ഞു, പാടില്ല റസൂലേ, പാടില്ല. അങ്ങന്റെ പിന്നിൽ നിന്നൊന്ന് എത്തി നോക്കുമ്പോൾ ശത്രുവിന്റെ അമ്പെങ്ങാനും അങ്ങയുടെ ശരീരത്തിൽ പതിച്ചാലോ? നഹ്രി നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ്, റസൂലേ ത്വൽഹയുടെ നെഞ്ചുണ്ട് അങ്ങയുടെ നെഞ്ചിനെ സംരക്ഷിക്കാൻ. വറഖബതി ദൂന റഖബതിക യാ നബിയല്ലാഹ്, ത്വൽഹയുടെ കഴുത്തുണ്ട് അങ്ങയുടെ ശരീരത്തെ സംരക്ഷിക്കാൻ, കഴുത്തിനെ സംരക്ഷിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ സ്വഹാബത്തിന്റെ പോരാട്ടാണ്. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരിക്കുക? ഉശ്ഹിദുല്ലാഹ അന്നി അൻകും റാൽ, ഞാൻ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുന്നു, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ തൃപ്തനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിഞ്ഞ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബുള്ളവർ കേട്ടാൽ കരയാത്തൊരു ഹദീസ്, കരയാതിരിക്കാൻ സാധിക്കാത്തൊരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെക്കുറിച്ച് പറഞ്ഞൊരു വാചകം, ഉഹദിന്റെ രണാങ്കണത്തിലെ മരണപ്പെട്ട ഷഹീദുമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റസൂൽ തിരിച്ചു വരികയാണ്.
സഹാബത്ത് കൂടെയുണ്ട്. വഫി ത്വരീഖി ബക്കൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വരുന്ന സമയത്ത് റസൂൽ കരഞ്ഞു. സഹാബത്ത് റസൂലിനെ നോക്കി, എന്താ റസൂൽ കരയുന്നത്? റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? വദിത്തു അന്നി ലഖീതു ഇഖ്വാനി. എനിക്ക് പൂതിയാവുന്നു എൻ്റെ സഹോദരങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനക യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ സഹോദരങ്ങളല്ല ഈ ഞങ്ങളൊക്കെയും? റസൂൽ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചവരാണ്. വ ഇഖ്വാനി അല്ലദീന ലം യഅതു ബഅദ്, എൻ്റെ സഹോദരങ്ങൾ ഇന്നേ വരെ ജനിച്ചിട്ട് പോലുമില്ല. യഅതൂന മിൻ ബഅദി യുഅ്മിനൂന ബിഹി, അവർ ഞാൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. എനിക്ക് ശേഷമാണ് അവർ വരുന്നത്. അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷേ യുഅ്മിനൂന ബിഹി, അവരെന്നിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറയുന്നുണ്ട്. എന്നോട് ഹുബ്ബുള്ളവരാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, അവരിൽപ്പെട്ട ഓരോരുത്തരും എന്നെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി സമ്പത്ത് പകരം കൊടുക്കാൻ തയ്യാറാണ്, കുടുംബത്തെ പകരം കൊടുക്കാൻ തയ്യാറാണ്. യവദ്ദു അഹദുഹും ലൗ യൽഖാനി ബിഅഹ്ലി വമാലിഹി, എന്നെ ഒന്ന് നേരിൽ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം എൻ്റെ വിശ്വാസികളുണ്ട്. വദിത്തു ലൗ അന്നി ലഖീതു ഇഖ്വാനി. ആലോചിക്കുക, അല്ലാഹുവിൻ്റെ റസൂല് നമ്മെ കാണാനാണ് ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് നമ്മെ, സ്വഹാബത്തിനൊരു ചോദ്യം, കൈഫ തഅരിഫുഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, നാളെ അങ്ങയുടെ ഇഖ്വാനുകൾ വരുമ്പം, അല്ലദീന യഅതൂന മിൻ ബഅദ്, താങ്കൾക്ക് ശേഷമാണ് അവർ വരുന്നത്. മല്ലം യഅതി ബഅദു മിൻ ഉമ്മതിക്, ഇതുവരെ അവർ ജനിച്ചിട്ട് പോലുമില്ല, അവർ വന്നിട്ടില്ല, അങ്ങയെ കണ്ടിട്ടില്ല, അങ്ങേക്ക് അവരെ അറിയില്ല. താങ്കൾക്ക് എങ്ങനെയാണ് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. എന്താ ഉപമ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ളഹ്റൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അല യഅരിഫു ഖൈലഹു. ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് കുതിരകളുണ്ട്, കറുത്ത കുതിരകളാണ്. കൂട്ടത്തിൽ കാലിലും മുഖത്തും വെള്ള നിറത്തിലുള്ള തൊലികളുള്ള പ്രത്യേകം ചില കുതിരകളുണ്ട്. ഈ പ്രത്യേകം അടയാളമുള്ള മുഖത്തും കാലിലും അടയാളമുള്ള കുതിരകൾ ഏത് കറുത്ത കുതിരകൾക്കിടയിൽ പോയി മറഞ്ഞാലും അതിൻ്റെ ഉടമസ്ഥന് അത് തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ? അവർ പറഞ്ഞില്ല റസൂലേ, അതിൻ്റെ മുഖത്തും കാലിലുള്ള പ്രകടമായ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കുക ആ കുതിര തൻ്റെതാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹും യഅതൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുദൂ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ കൈകാലുകൾ, വുളൂഇന്റെ അവയവങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കും. ആ തിളക്കം കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാം എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അലാ ലയുദാദന്ന റിജാലുൻ അൻ ഹൗദി. പക്ഷെ ചില ആളുകൾ അവരെ തടഞ്ഞു വെക്കപ്പെടും. ഞാൻ അവരോട് പറയും, മുനാദീഹിം അലാ ഹലുമ്മ, ഞാൻ അവരെ വിളിക്കും, നിങ്ങൾ വരുന്നില്ലേ? എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ജലം തരട്ടെ. ആ സമയത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറയും, ഫയുഖാൽ ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക ഫഖൂലു സുഹ്ഖൻ സുഹ്ഖ. അല്ലാഹുവിൻ്റെ റസൂലേ, കഴിയില്ല അവർക്ക്. അങ്ങ് മരണപ്പെട്ട ശേഷം ഈ ദീനിൽ അവരെന്തൊക്കെ മാറ്റമാണ് വരുത്തിയത് എന്ന് അങ്ങേക്കറിയില്ല. ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖ, എൻ്റെ ദീനിൽ മാറ്റം വരുത്തിയവരെ അകന്നു പോ. മുസ്ലിം ഉമ്മത്തിലെ പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരിൽ ജൂത ക്രൈസ്തവരെ പിൻപറ്റുന്നവരായ ആളുകളല്ല അതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ പിന്നെ ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ തബ്ദീൽ ഉണ്ടാക്കിയവരോട് പ്രവാചകൻ പറയാണ്, സുഹ്ഖൻ സുഹ്ഖ, അകന്നുപോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ മരിച്ച ആളുകളുടെ ഖബറുകൾ സന്ദർശിച്ച ഉടനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റൊരു സന്ദർശനം കൂടി നടത്തി. ബഖിയ ഖബർസ്ഥാനിൽ ഖബറടക്കിയ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിന് കാരണമായ രോഗം ബാധിച്ചു. കൃത്യമായി പറഞ്ഞാൽ സഫർ 29 റബീഉൽ അവ്വലിന്റെ മുമ്പ് സഫർ 29 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ബഖീഅയിലെ ഒരു ജനാസയിൽ പങ്കെടുത്തു. ജനാസയിൽ പങ്കെടുത്ത സമയത്ത്, ജനാസ കഴിഞ്ഞ് റസൂൽ വരുന്ന സമയത്ത് പ്രവാചകന് ശക്തമായ തലവേദന ബാധിച്ചു. വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് വന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുന്നുണ്ട്, വാ റഅസാ യാ റസൂലല്ലാഹ്, റസൂലേ എന്തൊരു തലവേദനയാണ്. റസൂൽ പറഞ്ഞു, അന യാ ആയിഷ വാ റഅസാ, ആയിഷ നിന്റെ തലവേദനയൊന്നുമല്ല, എനിക്ക് വല്ലാത്ത തലവേദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗങ്ങളുടെ ആരംഭമായിരുന്നു. ശക്തമായ തലവേദനയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി പിടിപെട്ടതെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നു. 13-14 ദിവസങ്ങളാണ് റസൂൽ രോഗബാധിതനായി കഴിച്ചുകൂട്ടിയത്. 13 മുതൽ 14 ദിവസം വരെ. പ്രവാചകന്റെ തലവേദന കാരണം ശക്തമായ പനി, തുടർന്ന് പനി ബാധിച്ചു. സ്വഹാബത്ത് പറയാണ്, റസൂൽ ധരിച്ച തലപ്പാവിന്റെ മുകളിൽ പോലും പ്രവാചകന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിരുന്നു, ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ 14 ദിവസങ്ങളിലും റസൂൽ 11 ദിവസവും ശരീരം തളർന്നിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധന കർമ്മങ്ങൾക്ക് സ്വന്തം തന്നെ നേതൃത്വം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം രോഗം കാരണം പ്രവാചകൻ ഓരോ വീട്ടിലേക്കും പ്രവാചകന്റെ ഭാര്യമാരുടെ അടുക്കൽ ഓരോ ദിവസവും മാറി മാറി നിൽക്കാൻ പ്രവാചകന് ത്രാണിയില്ല, ശക്തിയില്ല. പ്രവാചകൻ ചോദിച്ചുകൊണ്ടിരുന്നു, ഐന അന ഗദൻ, ഞാൻ നാളെ എവിടെയാണ്? ഐന അന ഗദൻ, ഞാൻ നാളെ എവിടെയാണ്, ഇന്നെവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്ര പ്രയാസമാണ്. അത്രത്തോളം തളർന്നിട്ടുണ്ട് റസൂല്. പക്ഷെ റസൂലിന് തൻ്റെ ഭാര്യമാരുടെ ഏതെങ്കിലും ഒരു അടുക്കലേക്ക് ഞാൻ പോവുകയാണെന്ന് പറയാൻ നീതിബോധമുള്ള റസൂലിന് സാധിക്കൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്, റസൂലിന്റെ മനസ്സാഗ്രഹിക്കുന്നതും അദ്ദേഹത്തിന് ഏറ്റവും നല്ലതും റസൂലിന്റെ പള്ളിയുടെ സമീപത്ത് പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ സമീപത്ത് നിൽക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, താങ്കൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അവിടെ അങ്ങേക്ക് നിൽക്കാം, ഞങ്ങൾക്ക് പരാതിയില്ല റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മൈമൂന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ രംഗം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും രണ്ടുപേരുടെയും തോളത്ത് റസൂൽ കൈവച്ചിട്ടുണ്ട്. വകാനൽ അലമു ഖദ് ഔഹാ ഖുവാഹ്, പ്രവാചകന്റെ വേദന, പ്രവാചകന്റെ ശക്തി മുഴുവനും ചോർത്തിക്കളഞ്ഞിട്ടുണ്ട്. ഫലം യസ്തതിഅ മസീറാ, അല്ലാഹുവിന്റെ റസൂലിനൊന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തല ചെരിച്ച്, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയ രംഗം പ്രവാചകന്റെ തല ചെരിഞ്ഞിട്ടാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ പോലും ചിരിക്കാതെ വിടാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പൂർണ്ണ പുഞ്ചിരിയുമായി ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന റസൂൽ, മുഖം വാടി തല തളർന്ന് ചെരിഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോകുന്നത്. തഖുത്തു ഖദമാഹു അലൽ അർള്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലുകൾ എടുത്തു വെക്കാൻ കഴിയാത്തത് കൊണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ പോയ വഴിയിൽ അതിന്റെ അടയാളങ്ങൾ വരച്ചുകൊണ്ടാണ് പോകുന്നത്. തഖുത്തു ഖദമാഹു അലൽ അർള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന രൂപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയണ്ടായി, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിച്ചവർ പ്രവാചകന്മാരാണ്. നമുക്കുണ്ടാവുന്ന പനിയുടെ 2 ഇരട്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനിയുടെ ശക്തി എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ പറഞ്ഞത്. നിങ്ങളിൽ 2 പേർക്കുണ്ടാകുന്ന രോഗത്തിന്റെ കാഠിന്യം എനിക്ക് ബാധിക്കുമ്പോൾ ഉണ്ടാകും. സ്വഹാബത്ത് ചോദിച്ചു, അതുപോലെ തന്നെ അങ്ങേക്ക് 2 പ്രതിഫലം ഉണ്ടാവോ? ഞങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഉണ്ടാവോ? റസൂൽ പറഞ്ഞു, നാം, എനിക്കതിന് 2 പ്രതിഫലവും ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എത്തി. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് റസൂൽ പോകാനുള്ള കാരണങ്ങൾ അനവധിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കന്യകയാണ്. കന്യകയായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രോഗപീഡനയിൽ കഴിയുന്ന റസൂലിന് എന്ത് കിട്ടാനാ? ശാരീരികമായി ഒന്നുമില്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റുള്ളവരെക്കാൾ റസൂലിനെ സന്തോഷിപ്പിക്കാനും റസൂലിന്റെ കൂടെ നിൽക്കാനും പ്രായം കൊണ്ടും സമയം കൊണ്ടും ആയിഷ റളിയല്ലാഹുക്ക് സാധിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ മറ്റുള്ളവർ പരിചരിക്കുന്നതിനേക്കാൾ പരിചരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ശാന്തിയും സമാധാനവും ആയിഷയുടെ അടുക്കലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്യുന്ന പടി എന്താണെന്നറിയോ? റസൂല് രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആയത്തുകൾ ഓതും, വിശുദ്ധ ഖുർആന്റെ ദിക്റുകളും പ്രാർത്ഥനകളും ചൊല്ലും.
എന്നിട്ട് പ്രവാചകന്റെ കയ്യിലേക്ക് ഊതും. തന്റെ കയ്യേക്കാൾ ബറക്കത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈക്കല്ലേ? ആ റസൂലിന്റെ കയ്യിൽ ഊതിക്കൊണ്ട് റസൂലിന്റെ കൈ എടുത്തുകൊണ്ട് റസൂലിനെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ 5 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ പ്രവാചകൻ വഫാത്താകുന്നത് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ബുധനാഴ്ചത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനി ഇരട്ടിച്ചു. വല്ലാതെ പ്രയാസമുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഹരീഖു അലയ്യ മിൻ സബ്ഇ ഖിറബിൻ, നിങ്ങൾ എൻ്റെ അടുക്കൽ എൻ്റെ ശരീരത്തിൽ 7 തൊട്ടി വെള്ളമൊഴിക്കൂ. പനി ശക്തിയായാൽ ഓരോ മനുഷ്യന് ശരീരത്തിലേക്ക് തണുത്ത വെള്ളമൊഴിച്ചാൽ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി. ഫഅജ്ലസ്നാഹു ഫീ മിഖ്ലബിൻ ലിഹഫ്സത സൗജിൻ നബിയ്യ്, പ്രവാചകന്റെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള ഒരു വലിയ തളികയുണ്ട്, ചെമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയ തളിക, ഉരുളി പോലെയുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇരുത്തി. എന്നിട്ട് ഞങ്ങൾ പ്രവാചകന്റെ തലയിലേക്ക് ഇങ്ങനെ ധാരധാരയായി വെള്ളമൊഴിക്കാൻ തുടങ്ങി. പ്രവാചകൻ ആശ്വാസമായി എന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് കൈ നീട്ടിക്കൊണ്ട് പറയാനുള്ള ശക്തി റസൂലിനില്ല. കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഹസ്ബുക്കും ഹസ്ബുക്കും, മതി, ഇത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിച്ചു, പള്ളിയിലേക്ക് ചെന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരു ഇരുത്തം മിമ്പറിൽ ഇരുന്നിട്ടുണ്ടാവില്ല. മിമ്പറിൽ നിൽക്കാൻ റസൂലിന് ത്രാണിയില്ല. മിമ്പറിൻ്റെ 1ാമത്തെ പടിയിൽ പോയി റസൂൽ ഇരുന്നു. ആ ഇരുത്തം എങ്ങനെയെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തം മഅസൂബുർ റഅസ് എന്നാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. തൻ്റെ കയ്യിലുള്ള വടി, ആ വടിയിലേക്ക് തല ചാച്ചു വെച്ചിട്ടുണ്ട് റസൂൽ, ചാഴിച്ചു വെച്ചിട്ടുണ്ട് റസൂൽ. തല നേരെ വെക്കാൻ പോലും റസൂലിന് സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഘട്ടത്തിൽ വിശ്വാസികളോട് നൽകിയ ഉപദേശമുണ്ട്. ശിർക്ക് എത്രത്തോളമാണ് റസൂൽ ഭയപ്പെട്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സംഭവം. റസൂൽ അവിടെ വെച്ചുകൊണ്ട് പറയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി. ലാ തത്തഖിദു ഖബ്രി വസനൻ യുഅബദ് ലാ തത്തഖിദു ഖബ്രി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത്. നിങ്ങൾ എൻ്റെ ഖബറിനെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത്, ആരാധനാലയമാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിൽ അൻസാർ, ഞാൻ നിങ്ങൾക്ക് അൻസാരികളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുകയാണ്. വഖദ് ഖളൗല്ലദി അലൈഹിം, അവർ ഈ ദീനിനോട് ചെയ്യേണ്ട ദൗത്യം മുഴുവനും ചെയ്തു തീർത്തവരാണ്. വബഖിയല്ലദി ലഹും, ഇനി അവർക്ക് കൊടുക്കാനുള്ളതേ ബാക്കിയുള്ളൂ. അൻസാരികൾ ദീനിനോട് ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നന്നാസ യക്സുറൂന വതഖില്ലുൽ അൻസാർ, ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വതഖില്ലുൽ അൻസാർ, അൻസാരികളെ പോലെയുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ വാക്ക്? അൻസാരികളെ കുറിച്ച്, സ്വഹാബത്തിനെ കുറിച്ച്, അൻസാരികളായ ആളുകൾ മുഹാജിറുകളെ സ്വീകരിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊടുത്താലും ഞങ്ങൾക്ക് വേണ്ട റസൂലെ മുഹാജിറുകൾക്ക് കൊടുക്കി, അവരല്ലേ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്ക് വേണ്ട, അവർക്ക് കൊടുക്കി. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച അൻസാരികളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലിനും സ്മരിക്കാൻ പറ്റാത്ത, ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പകരം വെക്കാനില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ, ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തു സ്വഹാബത്തിന് മുമ്പിൽ, നമുക്ക് മുമ്പിൽ റസൂൽ. ഇന്ന അബ്ദൻ, ഒരടിമ, ഖയ്യറഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ചോയ്സ് നൽകി. അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാ, ദുനിയാവിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് വേണമെങ്കിൽ സ്വീകരിക്കാം. വബൈന മാ ഇൻദഹു, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോവാം. ഫഖ്താറ മാ ഇൻദഹ്, അദ്ദേഹം തീരുമാനിച്ചത് റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവാനാണ്. എന്താണ് പറഞ്ഞത്? ഒരടിമ, അള്ളാഹു അദ്ദേഹത്തിന് ഇഖ്തിയാർ നൽകി. ഒന്നെങ്കിൽ അങ്ങേക്ക് ഈ ദുനിയാവിൽ അങ്ങയുടെ അനുചരന്മാരുടെ കൂടെ ഒരല്പകാലം കൂടി ജീവിക്കാം, അതല്ല താങ്കളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക്, സ്വർഗീയ ലോകത്തേക്ക് മടങ്ങിപ്പോവാ. ആ മനുഷ്യന് വേറൊന്നും ചിന്തിക്കാനല്ല.
ഫഖ്താറ മാ ഇൻദഹ്, അല്ലാഹുവേ നിന്റെ അടുക്കലുള്ളതാണ് എനിക്ക് വലുത്. ഇത് കേൾക്കേണ്ട താമസം ഒരു മനുഷ്യൻ അങ്ങ് പൊട്ടിപ്പോയി ആ സദസ്സിൽ നിന്ന്. നുഫ്തീക യാ നബിയല്ലാഹ് ബിആബായിന വ ഉമ്മഹാതിന, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ പകരം തരാം റസൂലേ. നുഫ്തീക യാ നബിയല്ലാഹ് ബിആബായിന വ ഉമ്മഹാതിന, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ പകരം തരാം റസൂലേ, പോവരുത്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയ മനുഷ്യനെ, ആരാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉൻദുറു ഇലാ ഹാദർ റജുൽ, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തിന്റെ ഒരു വാർത്ത പറയുന്നു. അന്ന റസൂലല്ലാഹി യുഖ്ബിറു അൻ അബ്ദിൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വമാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. സ്വർഗം മതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ എന്തേ ഇങ്ങനെ വാവിട്ടുകൊണ്ട് റസൂലിനോട് നുഫ്തീക ഫയഖൂലു നുഫ്തീക യാ നബിയല്ലാഹി ബിആബായിന വ ഉമ്മഹാതിന എന്ന് പറയുന്നു? സ്വഹാബത്തിന് മനസ്സിലായില്ല. ഫകാന ഹുവ റസൂലുള്ളാഹ് അൽ മുഖയ്യർ, ആ തെരഞ്ഞെടുത്ത വ്യക്തി, സ്വർഗം തെരഞ്ഞെടുത്ത വ്യക്തി മറ്റാരുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത സ്പെഷ്യാലിറ്റിയാണത്. അങ്ങയുടെ റൂഹ് പിടിക്കട്ടെ റസൂലേ, അതല്ല ഒരല്പകാലം കൂടി ഇവിടെ ജീവിക്കണോ? നമ്മുടെ ആ ചോദ്യമല്ല, അമ്പിയാക്കളോടുള്ള ആ ചോദ്യം നമ്മോടില്ല, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ചോദ്യമാണ്. അങ്ങയുടെ റൂഹ് പിടിക്കട്ടെ റസൂലേ, പരലോകത്തേക്ക് വരണോ ഇവിടെ ജീവിക്കണോ? റസൂൽ പറഞ്ഞു ഫഖ്താറ മാ ഇൻദഹു. ഇത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് അവരുടെ മുമ്പിൽ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് അവരുടെ മുമ്പിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ഫീ സുഹ്ബതിഹി വ മാലിഹി അബൂബക്കർ, എന്റെ ജീവിതത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അബൂബക്കർ എന്നെ സഹായിച്ചതുപോലെ ഒരു മനുഷ്യനും എന്നെ സഹായിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, മാ നഫഅനി മാലു അഹദിൻ കമാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരു മനുഷ്യന്റെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഫബക അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇത് പ്രത്യേകം പറയണോ? ഇത് പ്രത്യേകം പറയണോ? ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഈ അബൂബക്കറും അദ്ദേഹത്തിന്റെ ധനവും അങ്ങേക്കല്ലാതെ പിന്നെ ആർക്കുള്ളതാണ്? ഇതാണ് അബൂബക്കറിൻ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ സിദ്ദീഖിനെ മറികടക്കുന്ന ഏത് സ്വഹാബിയാണ് മുസ്ലിം ലോകത്തുള്ളത്? അബൂബക്കറിനേക്കാൾ കേമനായ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏതൊരു വ്യക്തിയാണുള്ളത്? ഒരാളുമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് അധികം ക്ഷോഭിച്ച് സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിഷമത്തോടു കൂടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. പോയ സമയത്ത് അബൂബക്കർ സിദ്ദീഖിനെ പറഞ്ഞതിൽ വിഷമം തോന്നി. കൂടെ ചെന്നു ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടി മാപ്പ് ചോദിച്ചു. മാപ്പാക്കണം, ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടതിൽ. ഫഅബാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് കോപമുള്ള ആളാണ്, പെട്ടെന്ന് മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹു വിഷമായി. നേരെ റസൂലിന്റെ അടുക്കലേക്കാണ് പരാതി പറയാൻ വേണ്ടി ചെല്ലുന്നത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂദർദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാം. അബൂദർദ അൽ അൻസാരി പറയാം, ഞങ്ങൾ കുറച്ച് സ്വഹാബത്ത് റസൂലിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്ന സമയത്ത് പതിവിന് വിപരീതമായി അബൂബക്കർ തന്റെ വസ്ത്രം ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കാണേണ്ട താമസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ സാഹിബുക്കും ഫഖദ് ഗമർ, നിങ്ങളുടെ ഈ നേതാവ്, നിങ്ങളുടെ ഈ സാഹിബ് അബൂബക്കർ ആരോടോ എന്തോ പ്രശ്നമുണ്ടായി വരുന്ന വരവാണ് എന്ന് പറഞ്ഞു. റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലേ, ഞാൻ ഉമറിനോടൊരു വാക്ക് പറഞ്ഞു പോയി, ഉമർ എനിക്ക് പുറത്തു തരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ, യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ, യഗ്ഫിറു ലക്കല്ലാഹു യാ അബൂബക്കർ, അബൂബക്കറെ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം പോരെ. 3 പ്രാവശ്യം റസൂൽ അത് ആവർത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഉമർ, സ്വഹാബത്താണ്, താൻ മാപ്പ് കൊടുക്കാത്തതിൽ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു വിഷമം തോന്നി. ഓടിച്ചെന്നു അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ചോദിച്ചു അവിടുന്ന്, അസമ്മ അബൂബക്കറിൻ, അബൂബക്കർ ഇവിടെ ഉണ്ടോ? പറഞ്ഞില്ല. ഉടനെ ഓടിച്ചെന്നു റസൂലിന്റെ അടുക്കലേക്ക്. തെറ്റു പറ്റിയിട്ടുണ്ട്, അബൂബക്കറിന് മാപ്പ് കൊടുക്കേണ്ടിയിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റസൂൽ അടുക്കൽ ഇരിക്കുന്നുണ്ട്, സ്വഹാബത്തുണ്ട്, റസൂലുണ്ട്.
ഉമർ റളിയല്ലാഹുവിനെ കാണേണ്ട താമസത്തിൽ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇങ്ങോട്ട് ചുവത്തു. യതമഅർ, റസൂലുള്ള മുഖം കൊണ്ട് കോപം കൊണ്ട് വിറച്ചു. ഈ സമയത്ത് ഹത്താ അഷ്ഫഖ അബൂബക്കറിൻ, അബൂബക്കർ പേടിച്ചു. റസൂലിന്റെ മുഖം ചുവത്ത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തെന്താ അറിയോ? ഫജത അലാ റുക്ബതൈഹി, റസൂലിന്റെ മുമ്പിൽ കാൽമുട്ടുകൾ കുത്തി ഇങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് യാ റസൂലല്ലാഹ് വല്ലാഹി അന കുൻതു അദ്ലമ, റസൂലേ ഉമർ എന്നോട് തെറ്റ് ചെയ്തതല്ല, ഞാൻ ഉമറിനോടാണ് തെറ്റ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കിടയിലെ തർക്കം. ഉമർ എന്നെ ഒന്നും ചെയ്തിട്ടില്ല റസൂലേ. അങ്ങ് എന്തിനാണ് ഉമറിനോട് ഇത്രയേറെ കോപത്തോടു കൂടി ഉമറിനെ നോക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ കേട്ടതുപോലെ നടിച്ചില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ 2 പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖ് ഇത് ആവർത്തിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത്, അല്ലാഹു എന്നെ ദൂതനായി ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു താങ്കൾ കള്ളനാണ്, കള്ളം പറയുകയാണ്. ഫഖാല അബൂബക്രിൻ സ്വദഖ്ത്, ആ സമയത്ത് ആരും എന്നെ സത്യപ്പെടുത്താനില്ലാത്ത സമയത്ത് അബൂബക്കർ പറഞ്ഞു സ്വദഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞത് സത്യമാണ്, സിദ്ദീഖാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, വവാസാനി ബിനഫ്സിഹി വമാലി, ശരീരം എനിക്ക് പകരം തന്നു, സമ്പത്ത് എനിക്ക് പകരം തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച്. എത്രത്തോളം എന്നറിയോ? റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി ഖുറൈശികൾ വരുന്നുണ്ട്, റസൂൽ നിസ്കരിക്കാണ്. അബൂബക്കർ സിദ്ദീഖ് തൻ്റെ ശരീരം മുഴുക്കെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ തടയരുത്, അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളൊരു മനുഷ്യനെ ഉപദ്രവിക്കണോ? ഞങ്ങൾക്ക് മുഹമ്മദിനെ വേണ്ട, ഇവന് വേണ്ടി നീ പിന്തുണ പ്രഖ്യാപിക്കുന്ന നിന്നെ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിക്രൂരമായി. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, അറബികളുടെ ചരിത്രത്തിൽ ഖുറൈശി തറവാടിൽപ്പെട്ട പേരും പെരുമയുള്ള ഒരു മനുഷ്യൻ ആളുകളുടെ മുമ്പിൽ ഇത്തരുണം ആക്രമിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖിനെ അതിക്രൂരമായി അവർ ആക്രമിച്ചു, ബോധരഹിതനായി. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന് ബോധം വരുന്നത് വൈകുന്നേരമാണ്. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന മറ്റൊരു ഗോത്രം, ആ ഗോത്രത്തിൽപ്പെട്ട അംഗങ്ങളാണ് അബൂബക്കർ സിദ്ദീഖിനെ രക്ഷപ്പെടുത്തിയത്. കണ്ണ് തുറന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട് അബൂ ഖുഹാഫ, ഉമ്മയുണ്ട്. അവിടുന്ന് ചോദിക്കാനുള്ളത് മാലി റസൂലില്ല, അള്ളാൻ്റെ റസൂൽ എവിടെ? റസൂലിന് എന്തു പറ്റി? എന്നിട്ട് പറഞ്ഞു റസൂലിനെ നേരിട്ട് കാണുന്നത് വരെ ഒരു തുള്ളി വെള്ളം അബൂബക്കർ കുടിക്കില്ല. ഇതാണ് അബൂബക്കർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹൽ അൻതും താരിഖു ലി സാഹിബി, നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തിനെ വെറുതെ വിട്ടുകൂടെ? എൻ്റെ സുഹൃത്തിനെ നിങ്ങൾക്ക് എനിക്ക് നൽകിക്കൂടെ? ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഊദിയ ബഅദഹാ, ഈ സംഭവത്തിന് ശേഷം റസൂലിന്റെ സഹാബിയായ അബൂബക്കറിനോട് ഒന്ന് തറപ്പിച്ച് സംസാരിക്കാൻ പോലും ഉപദ്രവിക്കാൻ പോലും ഒരാളും ധൈര്യപ്പെട്ടില്ല. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബുധൻ കഴിഞ്ഞുപോയി, വ്യാഴം കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള 4-ാമത്തെ ദിവസം കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി. 3 തരം ഉപദേശങ്ങളാണ് റസൂൽ നൽകിയത്. അതിലൊന്ന് ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട ഉപദേശമായിരുന്നു. 2-ാമത്തെ ഉപദേശം ഉസാമയുടെ നേതൃത്വത്തിൽ റോമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞയക്കുന്ന സൈന്യവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നപ്പോൾ ആ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഉപദേശം നൽകി. തുടർന്ന് വ്യാഴം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകി, ളുഹ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി, അസ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി, മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇശാ സമയമായപ്പോൾ സഖുലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ രോഗം വീണ്ടും വീണ്ടും ഇരട്ടിച്ചു. പ്രവാചകന് ബോധക്ഷയുണ്ടായി. തുടർന്ന് പ്രവാചകന് ബോധം വന്നപ്പോൾ റസൂൽ ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇശാ നമസ്കാരം. ലാ ഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലേ, ഇല്ല, കാത്തിരിക്കുന്നുണ്ട് അവർ. ലഉ ലിമാൻ ഫിൽ മിഖ്ലബ്, എൻ്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചു. എഴുന്നേറ്റ് വസ്ത്രം മാറി പോവാൻ നിന്നപ്പോൾ ഫഉഗ്മി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. ഫഉഗ്മി അലൈഹി, പിന്നീട് ബോധം വന്നു. അസ്വല്ലന്നാസ് ലാ യാ റസൂലല്ലാഹ് ഹും യന്തളിറൂനക, കാത്തിരിക്കുന്നു റസൂലേ. അവർക്ക് വേറെ നിസ്കാരം വേണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നേതൃത്വം നൽകിയിട്ട് മതി നിസ്കാരം. റസൂൽ വീണ്ടും പറഞ്ഞു, ലഉ ലിമാൻ ഫിൽ മിഖ്ലബ്, എനിക്ക് വേണ്ടി വെള്ളം തയ്യാറാക്കൂ. റസൂലിൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു.
പ്രവാചകൻ എഴുന്നേൽക്കാൻ കഴിയുമെന്ന് തോന്നി. നമസ്കാരത്തിന് വേണ്ടി ലിയനു അസ്വലാ, നിസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി എഴുന്നേറ്റപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഫൗഹുമി അലൈഹി, വീണ്ടും റസൂലിന്റെ ബോധം പോയി. മൂന്നാമതും അസ്വല്ലന്നാസ് ലാ യാ റസൂലല്ലാഹ് ഹും യൻതളിറൂനക, അങ്ങേ കാത്തിരിക്കാണ് റസൂലേ. റസൂൽ വീണ്ടും വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, റസൂലിന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു. മൂന്നാമതും റസൂലിന്റെ ബോധം പോയി. ഫൗഹുമി അലൈഹി, റസൂലിന് മനസ്സിലായി എനിക്ക് കഴിയില്ല. ഒരൊറ്റ വാക്കുള്ളൂ. പിന്നെ റസൂലിന് ഒരൊറ്റ വാക്കുള്ളൂ, ഒന്നും മറുത്ത് ആലോചിക്കണ്ട. മുറു അബൂബക്രിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയും നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ. ഉമ്മത്തിൽ അബൂബക്കർ അല്ലാതെ വേറൊരു മനുഷ്യൻ അവർക്ക് നേതൃത്വം നൽകാൻ യോഗ്യനായില്ല. റസൂൽ കാണിച്ചു കൊടുക്കാൻ. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലേ, അബൂബക്കർ എൻ്റെ ഉപ്പ, റജുലുൻ റഖീഖ്, ലോലഹൃദയനാണ്. അദ്ദേഹം എങ്ങാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഗലബഹുൽ ബുകാ, കരച്ചിൽ അദ്ദേഹത്തിന് അടക്കാൻ പറ്റില്ല. മുറു അബൂബക്രിൻ ഫൽയുസല്ലി ബിന്നാസ്, ഒന്ന് പറയല്ല എനിക്ക്, അബൂബക്കറിനോട് പറയൂ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് അടുത്ത ദിവസം കടന്നു വന്നു. അവസാനമായി റസൂൽ നേതൃത്വം നൽകിയത് ഈ പറഞ്ഞ മഗ്രിബാണ്. ഇശാ നമസ്കാരത്തിന് റസൂലിന് നേതൃത്വം നൽകാൻ സാധിച്ചില്ല. സുബഹിന് റസൂലിന് നേതൃത്വം നൽകാൻ സാധിച്ചില്ല. വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ ആരാധനകൾ. ശനിയാഴ്ച ഞായറാഴ്ച ദിവസമായപ്പോൾ പ്രവാചകന് കുറച്ചൊരല്പം ആശ്വാസം അനുഭവപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി പള്ളിയിലേക്കൊന്ന് പോയാലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലി സ്വലാത്തി ളുഹർ, ളുഹർ നിസ്കരിക്കുകയാണ് സഹാബത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ. ഫലമ്മാ ഉറഹാഹു അബൂബക്രിൻ ദഹബ ലിയതഅഖർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന കാഴ്ച, അബൂബക്കർ റസൂൽ വരുന്ന കാഴ്ച കണ്ടപ്പോൾ, ഹേ അള്ളാഹുവിൻ്റെ റസൂൽ വന്നാൽ പിന്നെ അബൂബക്കറിന് ഉണ്ട് അവിടെ സ്ഥാനം. നമസ്കാരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. റസൂൽ ആംഗ്യം കാണിച്ചില്ല, അബൂബക്കർ പിന്നോട്ട് പോകരുത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ലസാനി ഇലാ ജംബി, എന്നെ അബൂബക്കറിന്റെ സമീപത്ത് കൊണ്ടുപോയി ഇരുത്തു. അവർ കൊണ്ടുപോയി റസൂലിനെ അബൂബക്കറിന്റെ സമീപത്തിരുത്തി. റസൂൽ ഇമാമത്ത് ഏറ്റെടുത്തു. റസൂൽ ജാലിസുൻ അബൂബക്കർ ഖായിമുൻ യത്തബിഉ സ്വലാത്ത, റസൂലിൻ്റെ നമസ്കാരത്തെ അബൂബക്കർ പിന്തുടരുന്നു. അബൂബക്കറിൻ്റെ സ്വലാത്തിനെ നിന്നുകൊണ്ട് മഅ്മൂമിങ്ങൾ പിന്തുടരുന്നു. ഇമാം നിന്നാൽ നിൽക്കണം, ഇമാം ഇരുന്നാൽ ഇരിക്കണമെന്നാണ് നിയമം. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു ഹദീസ് നമുക്ക് വിരുദ്ധമെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ഇടയിലാണ് പ്രവേശിച്ചതെന്നാണ് അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടും അബൂബക്കർ സിദ്ദീഖോ മറ്റു സഹാബത്തോ ഇരുന്നില്ല. അവർ നിന്നുകൊണ്ട് റസൂലിൻ്റെ നമസ്കാരത്തെ പിന്തുടർന്നു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച ദിവസം സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി എന്ന പ്രഗത്ഭനായ ഇന്ത്യയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളുണ്ട്. അദ്ദേഹം രചിച്ചൊരു പുസ്തകമുണ്ട് അർ റഹീഖുൽ മഖ്തൂം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രമാണ്. ലോക ഗ്രന്ഥങ്ങളിൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി നടത്തിയ, ലോക മുസ്ലിം സംഘം ഓർഗനൈസേഷൻ നടത്തിയ മത്സരത്തിൽ അറബികൾ എഴുതിയ പുസ്തകത്തെ പോലും മറികടന്ന് 1ാം സ്ഥാനം ലഭിച്ച പുസ്തകമാണ് അർ റഹീഖുൽ മഖ്തൂം എന്ന മുബാറക് ഫൂർ സ്വദേശിയായ ഇന്ത്യക്കാരനായ പണ്ഡിതൻ സഫിയുർ റഹ്മാൻ റഹിമഹുല്ലാ മരിച്ചു വിരിഞ്ഞു. 84 മരിച്ചു വിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ റസൂലിനെ ഇന്നും ലോകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം റസൂലിനെക്കുറിച്ച് പരാമർശിച്ചതിൽ ഏറ്റവും സുന്ദരമായ പ്രവാചക പ്രശംസയായി എനിക്ക് തോന്നിയ 2 വരികളുണ്ട്. മദ്ഹുർ റസൂലായി എനിക്ക് തോന്നിയ 2 വരികളുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, റസൂലിൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പ്, തിങ്കളാഴ്ച ദിവസം റസൂൽ മരിക്കുന്നത്, ഞായറാഴ്ച ദിവസം യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം അഅതഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗിൽമാന, റസൂൽ തൻ്റെ കീഴിലുള്ള അടിമകളായ ആളുകളെ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ചു. വതസദ്ദഖ ബിസബ്അത്തിൻ ദനാനീറ കാനത ഇൻദഹു, കയ്യിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ മരിക്കുമ്പോഴത് 7 ദീനാറാ, 7 ദീനാർ. ആ 7 ദീനാർ റസൂൽ സദഖ ചെയ്തു. ഏതുവരെ എന്നറിയോ? വവഹബ ലിൽ മുസ്ലിമീന അസ്ലിഹതഹു, താൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ വരെ വിശ്വാസികൾക്ക് സ്വതക്കയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. എന്നിട്ട് വഫിൽ ലൈൽ, ആ ദിവസമുണ്ടല്ലോ പ്രവാചകൻ 7 ദീനാർ സ്വതക്ക ചെയ്ത, തൻ്റെ 7 അടിമകളെ, വില ലഭിക്കാവുന്ന അടിമകളെ മോചിപ്പിച്ച, ഒരു വിലയുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിച്ച, ആയുധങ്ങൾ മുഴുവനും വിശ്വാസികൾക്ക് സ്വതക്കയായി നൽകിയ വഫിൽ ലൈല,
ആ ദിവസം രാത്രി ഇസ്തആറത് ആയിഷത്തു അസ്സൈത ലിൽ മിസ്ബാഹി മിൻ ജാറതിഹാ, അന്ന് രാത്രി കത്തിക്കാനുള്ള വിളക്കിൽ എണ്ണയില്ലായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത അയൽപക്കത്ത് നിന്നായിരുന്നു അന്നത്തെ ദിവസം വിളക്കിലേക്കുള്ള എണ്ണ കടം വാങ്ങിയത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുണ്യപ്രവാചകൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസത്തിന് തൊട്ടു മുമ്പത്തെ ദിവസമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ദാരിദ്ര്യം, അന്ന് കത്തിക്കാൻ വിളക്കിൽ എണ്ണ ഇല്ലായിട്ട് അയൽപ്പക്കത്തുള്ള സ്ത്രീയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വിളക്ക് കത്തിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ കടം വാങ്ങിയത്. വകാനത് ദിർഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് മർഹൂനതൻ ഇൻദ യഹൂദിയ്യിൻ ബി30 സാഅൻ മിൻ ശഈർ. 30 സാഅ് ധാന്യത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിലേക്ക് 30 സാഅ് ധാന്യത്തിന് വേണ്ടി, പശിയടക്കാൻ വേണ്ടി റസൂൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള പടയങ്കി അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കുമ്പം ജൂതൻ്റെ വീട്ടിൽ പണയം വെച്ചതായിരുന്നു. ഇതിനേക്കാൾ വലിയ പ്രവാചകൻ്റെ മദ്ഹ് വേറെ ഇടയുള്ളു. ഇങ്ങനൊരു നേതാവ് ലോകത്തുണ്ടോ? ഇതുപോലൊരു നേതാവ് ലോകത്തുണ്ടോ? ലോകം മുഴുവൻ വാഴ്ത്തുന്ന അറേബ്യൻ ചക്രവാളത്തിൻ്റെ അധിപനായി മുസ്ലിം ലോകത്തിൻ്റെ ആത്മീയ നേതാവായ റസൂലിൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം എണ്ണ കടം വാങ്ങിയ പ്രവാചകനെ പോലെയുള്ള ഒരു നേതാവ്, തൻ്റെ വീട്ടിലേക്കുള്ള ധാന്യത്തിന് വേണ്ടി പടയം വെച്ച നേതാവ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ആളുകൾക്കുള്ള ദാരിദ്ര്യം അവർക്ക് അഭിമാനമാണ്. കാരണം തൻ്റെ റസൂൽ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ അലങ്കാരമാണെന്നാണ് മുസ്ലിം ഉമ്മത്ത് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീറാണ്, മിസ്കീനാണ്. റസൂൽ ഫഖീറാണ്, മിസ്കീനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ദിവസം വന്നെത്തി. ഒടുവിൽ റബീഉൽ അവ്വൽ 12 ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 നാം ഇന്ന് കൂടിയിരിക്കുന്ന ഇതേപോലത്തെ ഒരു ഡേറ്റ്, പക്ഷെ അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗം പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അന്നൽ മുസ്ലിമീന ബൈനാഹും ഫീ സ്വലാത്തിൽ ഫജ്രി യൗമൽ ഇത്നൈൻ. തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നിസ്കരിക്കാണ് മുസ്ലിങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ആ സമയത്ത് ലം യഫ്ജൗഹും ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കശഫ സത്ര ഹുജ്റതി. അവരുടെ നിസ്കാരത്തിൽ അവർ ഇത്രത്തോളം ഞെട്ടിയ വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീടിൻ്റെ റൂമിൻ്റെ കർട്ടൻ ഇങ്ങോട്ട് നീക്കി. എന്നിട്ട് സ്വഹാബത്തിനെ അങ്ങനെ നോക്കി. തൻ്റെ അനുചരന്മാരുടെ നമസ്കാരം റസൂൽ കണ്ണ് നിറയെ കണ്ടു. വഹും ഫീ സുഫൂഫ്, അവർ നമസ്കാരത്തിലാണ്. ഫീ സുഫൂഫി സ്വലാ, നമസ്കാരത്തിലാണ്. സുമ്മ തബസ്സമ ളാഹിക, റസൂൽ അവരെ നോക്കിക്കൊണ്ട് ചിരിച്ചു. പ്രവാചകൻ വാ തുറന്ന് ചിരിച്ചു റസൂൽ അവരെ നോക്കിക്കൊണ്ട്. ഫനകസ അബൂബക്രിൻ അലാ ഖിബൈഹി, റസൂലിന്റെ ചിരി കണ്ടതോടുകൂടി റസൂൽ അബൂബക്കർ സിദ്ദീഖ് പിന്നിലേക്ക് വരാൻ ശ്രമിച്ചു. എത്രത്തോളം എന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഹമ്മൽ മുസ്ലിമൂന അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം ഫർഹൻ ബിറസൂലില്ലാഹ്. റസൂൽ നോക്കി ചിരിച്ചതിന്റെ സന്തോഷം കൊണ്ട് നമസ്കരിക്കുന്നവരുടെ നമസ്കാരം മുറിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പോയി. അത്രയേറെ സന്തോഷം. അതിനേക്കാൾ സന്തോഷം എന്താ? ദിവസങ്ങളായി പള്ളിയിൽ പോലും വരാതെ വീട്ടിൽ കടന്നുറങ്ങുന്ന റസൂൽ ചിരിച്ചുകൊണ്ട് സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ഞങ്ങളുടെ സമീപത്തേക്ക് വരുന്നതിനേക്കാൾ സന്തോഷം സ്വഹാബത്തിന് വേറെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അൻ അതിമ്മു സ്വലാതകും ثم دخل الحجرة وأرخى الستر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോട് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിസ്കാരം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ തൻ്റെ കർട്ടൻ നീക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് ഉൾവലിഞ്ഞു. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനമായി തൻ്റെ ഉമ്മത്തിനെ കാണുന്ന രംഗമായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അവസാനമായി തൻ്റെ ഉമ്മത്തിനെ നോക്കുമ്പോൾ അവർ നമസ്കാരത്തിലായിരുന്നു. പ്രവാചകന്റെ മരണസമയത്ത് പോലും, മരണത്തിൻ്റെ അന്ന് പോലും, ഊസീകും ബിസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ മരിച്ചത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം
അകാരണമായി ഒഴിവാക്കിയവൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ നിന്നും റസൂലിനോടുള്ള ഹുബ്ബിൽ നിന്നും അകലം അകലം അകലം. അള്ളാഹിന്റെ റസൂലിന്റെ അവസാന സമയത്ത് റസൂൽ അവരെ നോക്കി ചിരിക്കുമ്പോൾ കാണുന്നത് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ താൻ വളർത്തിയ പട്ടാളം സ്വഫ് കെട്ടി നിസ്കരിക്കുന്നതാണ്. റസൂൽ ചിരിച്ചു ഉൾവലിഞ്ഞു. പിന്നീട് റസൂലിന് അതുപോലെ ഒരു നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നു. തുടർന്ന് സമയമായി സുബൈൻ്റെ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. ആ സമയത്ത് നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിളിച്ചു വരുത്തി. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള സ്നേഹത പറഞ്ഞാൽ കൊതി തീരാത്തൊരു വിഷയമാണ്, കേട്ടാൽ കൊതി തീരാത്തൊരു വിഷയമാണ്. ഇതുപോലെ പരസ്പരം സ്നേഹിച്ച ഒരു മകളും ഉപ്പയുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള സ്നേഹം ഫാത്തിമതു ബിദ്അത്തും മിന്നി ഫാത്തിമതു ഖിത്അതു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷണമാണ്, ഫാത്തിമ എൻ്റെ ശരീരത്തിൻ്റെ അംശമാണ്. ഫമൻ അബ്ഗലഹാ ഫഖദ് അബ്ഗലനി, അവളെ കോപിപ്പിച്ചാൽ അവൻ എന്നെയാണ് കോപിപ്പിച്ചത്. ഫാത്തിമ ഫാത്തിമതു ഉമ്മു അബീഹാ, ഫാത്തിമ അവളുടെ ഉപ്പയുടെ ഉമ്മയെ പോലെയാണ്. ഒരു ഉമ്മ മകനെ പരിചരിക്കുന്നത് പോലെയാണ് എൻ്റെ മകൾ എന്നെ പരിചരിക്കുന്നത് എന്ന് പറഞ്ഞ ഫാത്തിമ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ സന്താനം. റസൂലിന് വേറൊരു സന്താനമല്ല മരിക്കുമ്പോൾ. ആ ഫാത്തിമയെ വിളിച്ചു വരുത്തുകയാണ്. ഫാത്തിമത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ് ഫാത്തിമ വരുമ്പോൾ. പ്രവാചകൻ്റെ മരണസമയം അടുത്ത് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ്റെ മരണത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് കണ്ട സമയത്ത് എൻ്റെ ഉപ്പ അങ്ങേക്ക് ഇത്രമേൽ പ്രയാസമോ? അൻത അഷ്റഫുൽ ഖൽഖ്, അൻത അഷ്റഫുൽ വറ, മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങേക്കാൾ ശ്രേഷ്ഠൻ ആരെങ്കിലും ഉണ്ടോ? 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ദൂത് വന്ന ദൂതന്മാരുടെ രാജാവല്ലേ അങ്ങ്? സാഹിബുൽ വസീലത്തി വൽ ഫദീല, നാളെ പരലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവി. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് പറഞ്ഞ് ഓരോ മുസ്ലിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വസീല വൽ ഫദീല, ഈ 2 പദവികൾ ലഭിക്കാൻ പോകുന്ന അങ്ങാണ്. അങ്ങേക്ക് പോലും, അള്ളാഹുവിൻ്റെ റസൂലായ അങ്ങേക്ക് പോലും മരണം ഇത്രമേൽ ഭയാനകമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചു. ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ വേദന കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഇനി ഒരു വേദന വരാനുള്ള മോലെ. ഹേയ്, നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിശ്വാസിയുടെ മരണവും ഒരു അവിശ്വാസിയുടെ മരണവും അങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിശ്വാസിയുടെ റൂഹ് അല്ലാഹ് പിടിക്കുക, ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ, ഒരു പെണ്ണയിൽ നിന്നൊരു നൂല് വലിച്ചൂരുന്നത് പോലെ എത്ര സുന്ദരമായിട്ട് റസൂൽ പിടിക്കുക. പറയാം, ഒരു റൂഹിനെ പിടിക്കുക. രണ്ടാമത് റസൂൽ പറഞ്ഞു, ഒരു അവിശ്വാസിയുടെ റൂഹ് പിടിക്കുക നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന്, മിൻ സൂഫിൽ മബ്ലൂൽ എന്ന റസൂൽ പ്രവേശിച്ച്, നനഞ്ഞ പഞ്ഞിയിൽ നിന്ന്, കമ്പിളിയിൽ നിന്ന് 4 ഭാഗത്തേക്കും മുള്ളുള്ള ഒരു വസ്തു ഇട്ട് വലിച്ചെടുത്താൽ ആ നൂലും പഞ്ഞിയും പറിച്ചെടുത്ത് വരുന്നത് പോലെ അത്രത്തോളം പ്രയാസകരമായിരിക്കും ഒരു അവിശ്വാസിയുടെ മരണം എന്നാ. ഈ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചു വരുന്ന മരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ട മരണം. ആ മരണത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് വാക്കർ ബയാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. ഒരു വിശ്വാസിയുടെ മരണത്തെ വെച്ച് നോക്കുമ്പം അവിശ്വാസിയുടെ മരണം അങ്ങേയറ്റം പ്രയാസകരാണ്. അതിനർത്ഥം വിശ്വാസി അനുഭവിക്കുന്ന മരണവേദന ചെറുതെന്നല്ല. ജീവിതത്തിൽ നമ്മെ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വേദന മരണത്തിൻ്റെ സമയത്ത് അനുഭവിക്കാനുണ്ട്. ഉമ്മമാരെ, നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ വേദന, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ഘട്ടം പ്രസവമാണെങ്കിൽ അതിനെയൊക്കെ മറന്നു പോകുന്ന രൂപത്തിലുള്ള, പകരം വെക്കാനില്ലാത്തൊരു വേദന, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മരണത്തിൻ്റെ വേദന. അത് വിശ്വാസിക്ക് താരതമ്യേന അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കുന്നു മാത്രമേ അർത്ഥമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൂട്ടി. ആ കൂട്ടത്തിൽ റസൂലിൻ്റെ ഭാര്യമാരുണ്ട്. ഇജ്തമഅ നിസാഉൻ നബി, പ്രവാചകൻ്റെ ഭാര്യമാരുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. ഇവർ നിൽക്കുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാത്തിമ അങ്ങനെ കടന്നു വന്നു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നപ്പോൾ ഫജാഅതു ഫാത്തിമതു തംശി കഅന്ന മിശ്യതഹാ മിശ്യതു റസൂലില്ലാഹ്. എന്തുമാത്രം ഉപ്പയെ സ്നേഹിച്ചൊരു മോളാന്നറിയോ?
ഫാത്തിമയുടെ ഇരുത്തം, ഫാത്തിമയുടെ നടത്തം, ഫാത്തിമയുടെ സംസാരം ഒക്കെ പിതാവിനെ പോലെയായിരുന്നു. റസൂൽ നടക്കുന്നത് പോലെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ നടക്കുക. ഫാത്തിമയുടെ നടത്തം കണ്ടാൽ റസൂലിൻ്റെ നടത്തം ഓർമ്മ വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫാത്തിമയുടെ നടത്തം കണ്ടാൽ കമിഷിയത്തി റസൂലില്ല, റസൂലിൻ്റെ നടത്തം പോലെയുണ്ട്. ഫാത്തിമ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പോലും, ആ ഘട്ടത്തിൽ പോലും തൻ്റെ മകളെ എത്രമേൽ ഇഷ്ടപ്പെട്ടു, എത്രമേൽ സ്വാഗതം ചെയ്തു എന്നറിയോ? നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പെൺമക്കളെ, നമ്മുടെ മക്കളെ അങ്ങനെ സ്വാഗതം ചെയ്തിട്ടുണ്ടാകുമോ? വിവാഹം കഴിഞ്ഞ് 2 മക്കളുടെ ഹസൻ ഹുസൈൻ എന്ന 2 മക്കളുടെ ഉമ്മയായ ഫാത്തിമയാണത്. LKG UKG പഠിക്കുന്ന ഒരു മകൾ വരുമ്പോഴുള്ള സ്നേഹമല്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളെ എത്രയേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. റസൂലിന്റെ അടുക്കലേക്ക് ഫാത്തിമ എപ്പോൾ വന്നാലും ഖാമ ഇലൈഹാ വഅഖദ ബിയദിഹാ, എഴുന്നേറ്റ് ചെല്ലും, ഫാത്തിമയുടെ കൈ പിടിക്കും. വഖബ്ബലഹാ, ഉമ്മ വെക്കും. വഅജ്ലസഹാ ഫി മജ്ലിസി, കൊണ്ടുവന്ന് അടുത്തിരുത്തും. അള്ളാഹുവിൻ്റെ റസൂൽ ഫാത്തിമയെ ട്രീറ്റ് ചെയ്ത രൂപം അതാണ്. ഇങ്ങനത്തെ ഒരു ട്രീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം. ഇതുപോലെ നമുക്ക് പരിചരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ പരിചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന സമയത്ത് റസൂൽ പറഞ്ഞു, മർഹബൻ ബി ഇബ്നതി, എൻ്റെ മകൾക്ക് സ്വാഗതം. തൻ്റെ വലതുഭാഗത്ത് കൊണ്ടുവന്നിരുത്തി. സുമാൻ ഷിമാലി, പിന്നീട് വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ കൊണ്ടുവന്നിരുത്തി. സുമ്മ ഇന്നഹു അസറ ഇലൈഹ ഹദീസൻ ഫബക്കത്ത് ഫാത്തിമ, ചെവി അടുത്ത് വെക്കാൻ പറഞ്ഞു ഫാത്തിമയോട്. ഫാത്തിമ ചെവി ചേർത്ത് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരും കേൾക്കാതെ ഒരു സ്വകാര്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫബക്കത്ത് ഫാത്തിമ, ഫാത്തിമ കരഞ്ഞു. സുമ്മ ഇന്നഹു സാറഹ ഫളഹകത് അയ്ളൻ, വീണ്ടും മോളെ ഒരു സ്വകാര്യം കൂടി പറയാനുണ്ട് ഉപ്പാക്ക്, ചെവി അടുത്തേക്ക് വെച്ചേ. റസൂൽ ചെവിയിൽ ഒന്ന് മന്ത്രിച്ചു. ഫളഹകത്ത്, കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ഒളുക്ക ചിരിച്ചു. ഫഖുൽത് മാ യുബ്കീക്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഫാത്തിമ നീ കരയാൻ കാരണം, പിന്നെ എന്തേ ചിരിക്കാൻ കാരണം? മാ കുൻതു ലി ഉഫ്ശി സിർറ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കെ റസൂൽ എന്നോടൊരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരാളോട് പറയുകയില്ല എന്ന് ഫാത്തിമ തിരിച്ചു മറുപടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സഹിച്ചില്ല. എന്താണ് രഹസ്യം, ഒന്ന് പറഞ്ഞൂടെ? മാ റഅയ്തുക യൗമി ഫറഹൻ അഖ്റബ മിൻ ഹുസ്ൻ, എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ ചിരിയും കരച്ചിലും ഒരുപോലെ വന്ന ദിനം ഞാൻ കണ്ടിട്ടില്ല. കരയുന്നു, തൊട്ടടുത്ത നിമിഷം ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഫാത്തിമയോട് ചോദിച്ചു, ഇനിയെങ്കിലും ഫാത്തിമ ആ രഹസ്യം പറഞ്ഞുകൂടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നഹു കാന ഹദ്ദസനി അന്ന ജിബ്രീല കാന യുആരിദുഹു ബിൽ ഖുർആനി കുല്ല ആമിൻ മറത്തൻ വഇന്നഹു ആറളഹു ഫിൽ ആമി മറത്തൈൻ. ജിബ്രീൽ ഓരോ വർഷവും ഒരു പ്രാവശ്യം ഖുർആൻ ആവർത്തനം ചെയ്യുമ്പോൾ ഈ വർഷം എന്നെ 2 പ്രാവശ്യം ജിബ്രീൽ ഓതി കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖുർആൻ. വലാ അറാനി ഇല്ല ഖദ് ഹളറ ജലി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ രോഗക്കിടക്കയിൽ നിന്ന് നിൻ്റെ ഉപ്പ ഇനി എണീക്കില്ല മകളെ എന്നാണ്. വഇന്നകി അവ്വലു അഹ്ലി ലുഹൂഖൻ ബി, എൻ്റെ കുടുംബത്തിൽ എന്നോടൊപ്പം ആദ്യം വന്നു ചേരുക നീയാണ് മോളെ. ഈ വാർത്തയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ കരയിപ്പിച്ചത്, തൻ്റെ ഉപ്പയുടെ മരണം. ഫബക്കത്ത്, ഉപ്പ മരിച്ച് 6 മാസം കൊണ്ട് ആ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് പോയിട്ടുണ്ട്. ഉപ്പ മരിച്ച് 6 മാസം കൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ സമീപത്തേക്ക് പ്രിയങ്കരിയായ മകൾ യാത്ര തിരിച്ചിട്ടുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? സുമ്മ ഇന്നഹു സാറനി അലാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ. ഫാത്തിമ, നാളെ പരലോകത്ത് സ്വർഗീയ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്ന നേതൃത്വത്തിൽപ്പെട്ട ഒരു സയ്യിദത്താവാൻ നിനക്ക് ഞാൻ സന്തോഷ വാർത്ത അത് പറഞ്ഞാൽ നീ സന്തോഷിക്കോ? സയ്യിദതു നിസാഇ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ നേതാവാകാൻ നിനക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഫളഹിഖ്ത്, ആ വാർത്ത കേൾക്കേണ്ട മാത്രയിൽ എനിക്ക് സന്തോഷം തോന്നി, ഞാൻ ചിരിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വദഅൽ ഹസന വൽ ഹുസൈൻ, തൻ്റെ പ്രിയപ്പെട്ട 2 പേരക്കുട്ടികൾ അടുത്തേക്ക് വിളിച്ചു, ചുംബിച്ചു. ഖബ്ബലഹുമ വൗസാ ബിഹിമ ഖൈറ, അവസാനം ആ വല്യുപ്പ 2 പേരക്കുട്ടികൾക്ക് ചുംബനം കൊടുക്കുകയാണ്. ആ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് ചെയ്തു. അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വദഅ അസ്വാജഹു വഫവഅലഹുന്ന വദക്കറഹുന്ന, തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് വിളിച്ചു, ഉപദേശിച്ചു, ഓർമ്മപ്പെടുത്തലുകൾ നടത്തി. അവസാനം നമസ്കാരത്തെക്കുറിച്ച് അസ്സലാ
അസ്സലാ. റസൂലിന് പറയാനുള്ളത് അതാണ്. പിന്നീട് മരണത്തിൻ്റെ സമയം ഇഹ്തിലാർ എന്നാണ് അറബിയിൽ പറയുക. മരിക്കുന്ന ആ സമയം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗതമായി. വതഫിഖൽ വജഉ യസ്തദ്ദു വയസീദ്. റസൂലിനെ വല്ലാത്ത അസ്വസ്ഥത പിടികൂടി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ട്. റസൂലിൻ്റെ ഓരോ ഘട്ടവും ഒപ്പിയെടുക്കുകയാണ് ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു റസൂൽ, യാ ആയിഷ ലാ അസാലു അജിദു അലമ ത്വആമില്ലദി അകൽതു ബി ഖൈബർ. ഖൈബറിൽ വെച്ച് എനിക്ക് വിഷം പുരട്ടിയ മാംസം തന്നപ്പോൾ കഴിച്ചപ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയോട് പറഞ്ഞു. ഫബദ അൽ ഇഹ്തിലാർ. റസൂലിൻ്റെ അന്ത്യസമയം അടുത്തേക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്ക് ജിബ്രീൽ. തുടർന്ന് അതിനുശേഷം റസൂലിനോട് അനുവാദം വാങ്ങുന്നു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയമാകുമ്പം മലക്കുൽ മൗത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മലക്കുകൾ ഇറങ്ങി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കാൻ. മലക്കുൽ മൗത്ത് ഇത്രയേറെ ബഹുമാനത്തിലും ആദരവിലും സ്നേഹത്തിലും സൂക്ഷ്മതയിലും ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിച്ചിട്ടുണ്ടാകുമോ? അഷ്റഫുൽ വറയാണ് കിടക്കുന്നത്, സാഹിബുൽ വസീലത്തി വൽ ഫദീല. റസൂലിനെ എത്രത്തോളം ആശ്വാസകരമാക്കാൻ പറ്റുമോ അത്രത്തോളം ആശ്വാസകരമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മരണത്തിൻ്റെ വേദന അള്ളാഹു നിശ്ചയിച്ചതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിൻ്റെ സമയമായി. ഫസ്നത്തുഹു ആയിഷത്തു ഇലൈഹ. റസൂലിനെ ഇരുത്തി റസൂലിൻ്റെ ശരീരം അരക്ക് മുകളിലേക്കുള്ള ഭാഗം ആയിഷ തൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ചായ്ച്ചു വെച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹ്, ഇന്ന മിൻ നിഅമില്ലാഹ്, അള്ളാഹു എനിക്ക് നൽകിയ മഹാനുഗ്രഹങ്ങളിൽ ഒന്നാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചത് തൂഫിയ ഫീ ബൈതി ഫീ യൗമി വബൈന സഹരി വനഹരി. എൻ്റെ നെഞ്ചിൻ്റെയും എൻ്റെ ഈ വയറിൻ്റെയും ഭാഗത്ത് കടന്നുകൊണ്ടാണ്, എൻ്റെ മടിയുടെയും നെഞ്ചിൻ്റെയും ഇടയിൽ കടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് അനുവദിച്ചു തന്ന ദിവസം, അഥവാ എനിക്ക് അനുവദിച്ചു തന്ന ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, എന്തുമാത്രം വലിയ പ്രണയം എന്നറിയും. ഇസ്ലാം വിരോധികളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹപ്രായം വലിയ ചർച്ചയല്ലേ. പഠിക്കട്ടെ അവർ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലും തമ്മിലുള്ള പ്രണയം. 18 വയസ്സേ ഉള്ളൂ റസൂൽ മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ ഹബീബ് ഈ ലോകത്തുനിന്ന് പിരിയുമ്പോൾ അവസാനം ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയത് എന്തെന്നറിയോ? റീഖി, എൻ്റെ ഉമിനീരാണ് റസൂൽ അവസാനമായി ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയത് എന്നൊരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ എത്രത്തോളം ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ രംഗമാണ് പറയുന്നത്. തുടർന്ന് റസൂലുള്ളാഹി അവിടുന്ന് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് തൻ്റെ സഹോദരനായ ആയിഷ റളിയല്ലാഹു സഹോദരനായ അബ്ദുറഹ്മാൻ കടന്നു വന്നു. കയ്യിൽ മിസ്വാക്കുണ്ട്. അവസാന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാൻ കഴിയില്ല. റസൂൽ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി. അറാഖിൻ്റെ കൊള്ളിയാണ്. റസൂൽ അങ്ങ് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി റസൂലിന് ആ സമയത്ത് പോലും വായ ശുദ്ധീകരിക്കും. എത്രത്തോളം എന്നറിയാം റസൂല് ശാരീരിക ശുദ്ധി കാത്തു സൂക്ഷിച്ചത്. പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് ഒരംശം പോലും അശുദ്ധിയിൽ എന്തെങ്കിലും ഒരു ദുർഗന്ധം ഒരാളും അനുഭവിച്ചിട്ടില്ല. റസൂൽ ആ മരിക്കുന്ന സമയത്ത് പോലും മിസ്വാക്കിലേക്ക് നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആഖുദുഹു ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാനത് വാങ്ങി താങ്കൾക്ക് തരട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ട് ആയിട്ടിക്കൊണ്ട് പറഞ്ഞു, നഅം, അതെ. ഫതനാവൽതുഹു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അത് വാങ്ങി കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഫസ്തദ്ദ അലൈഹി, റസൂലിന് അത് കടിച്ച് ചവക്കാൻ പറ്റുന്നില്ല. ചവച്ചിട്ട് അതുകൊണ്ട് വായ വൃത്തിയാക്കണം. ചവച്ച് അത് പരുവപ്പെടുത്താൻ റസൂലിന് സാധിക്കുന്നില്ല. വഖുൽതു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ചോദിച്ചു, ഉലയ്യിനുഹു ലക്, ഞാൻ ലയ്യിനാക്കി തരട്ടെ? ഞാൻ എൻ്റെ വായിൽ വെച്ച് കടിച്ച് അത് മൃദുലമാക്കി തരട്ടെ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ട് പറഞ്ഞു, ഐ നഅം, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കയ്യിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് വാങ്ങി തൻ്റെ വായിൽ വെച്ചുകൊണ്ട് കടിച്ച് ചവച്ച് മൃദുലമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തു. വഫി റിവായത്തിൻ, മറ്റു റിപ്പോർട്ടിൽ കാണാം, അന്നഹുസ്തന്ന ബിഹാ കഅഹ്സനി മാ കാന മുസ്തന്നൻ, റസൂല് ജീവിതത്തിലെ ഏറ്റവും ശുദ്ധിയായി ദന്തശുദ്ധീകരണം നടത്തിയൊരു ദിവസമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഇതാണ് പറഞ്ഞത് അവസാനം എൻ്റെ ഹബീബ് കൊണ്ടുപോയത് എൻ്റെ ഉമിനീരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിഞ്ഞതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിനൊരു വേദനയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കൈയെടുത്ത് തൻ്റെ കൂജയിൽ നിന്ന് വെള്ളമെടുക്കും, മുഖത്ത് തടവും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിവാക്ക് കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുകളിലേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് തൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അവിടെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കൈ ആകാശലോകത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ ചെവി റസൂലിൻ്റെ വായോട് അടുപ്പിച്ചു വെച്ചു. എന്താണ് റസൂൽ പറയുന്നത്? മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ. അല്ലാഹുവേ, നീ അനുഗ്രഹം ചെയ്ത ശുഹദാക്കളോടൊപ്പം, സച്ചരിതരോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. അല്ലാഹുവേ, ഈ സാധുവിന് നീ പുറത്തു തരണേ, എന്നോട് കാരുണ്യം കാണിക്കണേ. വൽഹിഖ്നി ബിർറഫീഖിൽ അലാ. അത്യുന്നതനായ കൂട്ടുകാരനോട് എന്നെ ചേർക്കണേ. അല്ലാഹുവിൻ്റെ റസൂൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാനെയാണ്. അത് 3 വട്ടം പറഞ്ഞു എന്നാ. വൽഹിഖ്നി ബിർറഫീഖിൽ അലാ വൽഹിഖ്നി ബിർറഫീഖിൽ അലാ എന്ന് റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. റഫീഖുൽ അലയിലേക്ക് എന്നെ ചേർക്കണേ എന്ന് പറഞ്ഞു. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ ചൂണ്ടിയ കൈ വമാലത് യദുഹു, പ്രവാചകൻ്റെ കൈ ചലനമറ്റ് തൻ്റെ വിരിപ്പിലേക്ക് വീണു. വലഹിക ബിർറഫീഖിൽ അലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൻ്റെ റൂഹുമായി കൊണ്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് പോയി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചവനായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനത്തിലേക്ക് നീ പോയിക്കൊള്ളുക. ഫദ്ഖുലി ഇബാദി വദ്ഖുലി ജന്നതി. എൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂടെ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ റൂഹുമായി കൊണ്ട് മലക്കുകൾ ആഹ്ലാദത്തോടുകൂടി സ്വർഗീയ ലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ആകാശ ലോകത്തേക്ക് പറന്നുയർന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ രംഗം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ രംഗം യൗമ ദഖലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. റസൂൽ മദീനത്തേക്ക് വന്ന ദിവസമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ മാത ഫീഹി, പ്രവാചകൻ വഫാത്തായ ദിവസമാണ്. ആ ദിവസമാണ് ആഘോഷത്തിൻ്റെ പൊടിപാറുന്ന നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത ഓരോരുത്തരും സ്വീകരിച്ചത് പല രൂപത്തിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് കേൾക്കേണ്ട താമസം പറയുന്നുണ്ട്, യാ അബതാ അജാബ റബ്ബൻ ദാ യാ അബതാ മിനൽ ജന്നത്തിൽ ഫിർദൗസി മഅവാ യാ അബതാ ഇലാ ജിബ്രീല നൻആ. അല്ലയോ പിതാവേ, അങ്ങയുടെ റബ്ബിൻ്റെ ഉത്തരം നൽകിക്കൊണ്ട് പോയി, സ്വർഗത്തിലേക്ക് അങ്ങ് ഉയർന്നു പോയി. ജിബ്രീലിനോട് ഞങ്ങൾ പറയുന്നു, ജിബ്രീലേ, നീ ഇനി ഇങ്ങോട്ട് വരാൻ ഒരു റസൂൽ ഇവിടെ ഇല്ല. ജിബ്രീൽ അറിയാത്തോണ്ടല്ല, നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യത്തിൽ വന്നതുപോലെയുള്ളതാണ്, ആത്മഗതമാണ്, ദുഃഖം പ്രകടിപ്പിച്ചതാണ്. ഇലാ ജിബ്രീല നൻആ, ജിബ്രീലിനോട് അങ്ങയുടെ മരണവാർത്ത ഞങ്ങൾ പറയുകയാണ്. അങ്ങേക്ക് ജിബ്രീലേ, അങ്ങേക്ക് ഇനി ഒരു പ്രവാചകനെ തേടി വരാൻ ഇനി ഒരു പ്രവാചകൻ ഇവിടെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവാർത്ത ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചില്ല. റസൂലും മരിച്ചു എന്ന് പറയുന്നവരൊക്കെ മുനാഫിക്കാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതുവരെ എന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹളം വെക്കുകയാണ്, പറയരുത് റസൂൽ മരിച്ചെന്ന്. ഈ ബഹളത്തിനിടയ്ക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. തൻ്റെ വാഹനപ്പുറത്ത് ഒരു മെലിഞ്ഞ വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് നിന്ന്, തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി. ഉമറിൻ്റെ ശബ്ദമോ ബഹളമോ ആളുകളുടെ ബഹളമോ ഒന്നും ശ്രദ്ധിക്കാതെ ആ മനുഷ്യൻ നേരെ തൻ്റെ മകളുടെ വീട്ടിലേക്ക്, ആയിഷയുടെ വീട്ടിലേക്ക് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു. വഹുവ മുഗ്ശാ ബിഥൗബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഒരു വസ്ത്രത്തിൽ ഇങ്ങനെ മൂടിയിട്ടതാണ്. അദ്ദേഹം ചെന്നുകൊണ്ട് ഫകശഫ അൻ വജ്ഹി, ആ മുഖത്ത് നിന്ന് ആ വസ്ത്രം ഇങ്ങനെ നീക്കി, കഫൻ പുടവ നീക്കി. സുമ്മ അകബ്ബ അലൈഹി ഫഖബ്ബലഹു വബക, മുഖത്തങ്ങ് ചുംബിച്ചു, മുത്തം വെച്ചു കൊടുത്തു. ഫബക, എന്നിട്ട് അവിടുന്ന് കരഞ്ഞു. ثم قال بأبي أنت وأمي ما أطيبك حيا وميتا. അല്ലാഹുവിൻ്റെ റസൂലേ,
ജീവിതത്തിൽ അങ്ങയുടെ ശരീരം സുഗന്ധപൂരിതമായിരുന്നു, മരിച്ചു കഴിഞ്ഞിട്ടും ആ സുഗന്ധത്തിന് ഒരു കുറവില്ലല്ലോ റസൂലേ. മാ അത്യബക ഹയ്യൻ വമയ്യിതാ ലാ യജ്മഅ അല്ലാഹു അലൈക മൗതതൈൻ. രണ്ട് മരണം റസൂലേ അങ്ങേക്കില്ല. അമ്മൽ മൗതതല്ലതി കുതിബത അലൈക ഫഖദ് മുത്ത. അങ്ങേക്ക് അല്ലാഹു നിശ്ചയിച്ച മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞു റസൂലേ. ഇതുപോലെ ഒരു പീഡനത്തിന്റെ, ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, രോഗത്തിന്റെ ദിവസം അങ്ങേക്ക് ഇനിയില്ലല്ലോ എന്ന് പറഞ്ഞു. സുമ്മ ഖറജ അബൂബക്കറിൻ വഉമർ യുകല്ലിമുൻ നാസ്. ഉമർ ശബ്ദം വെച്ചുകൊണ്ടിരിക്കുകയാണ് റളിയല്ലാഹു അൻഹു ദുഃഖത്തിൽ. അബൂബക്കർ സിദ്ദീഖ് നേരെ ഇറങ്ങി. ഇജ്ലിസ് യാ ഉമർ, ഉമർ അവിടെ ഇരിക്ക്. ഫഅബാ ഉമർ യജ്ലിസ്. ഉമർ പറഞ്ഞു ഞാൻ ഇരിക്കില്ല. റസൂലിനെ കുറിച്ച് ഇവർ പറയുന്നത് കേട്ടില്ല ഈ മുനാഫിക്കുകൾ, റസൂൽ മരിച്ചെന്ന്. ഫഅഖ്ബല നാസ ഇലൈഹി വതറക ഉമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൻ അബൂബക്കർ ജനങ്ങളോട് ഹലുമ്മു ഇലയ്യ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ എന്നാവശ്യപ്പെട്ടതോടുകൂടി എല്ലാവരും ഉമറിനെ ശ്രദ്ധിക്കാതെ അബൂബക്കർ സിദ്ദീഖിനെ ശ്രദ്ധിച്ചു. തുടർന്ന് അമ്മാ ബഅദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൻ ആ രംഗത്തെ എത്ര സുന്ദരമായി കൊണ്ടാണ് കൈകാര്യം ചെയ്തത്. അമ്മാ ബഅദ് മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞുകൊള്ളട്ടെ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അല്ലാഹുവിനെ ആരാധിക്കുന്നവർ അറിഞ്ഞുകൊള്ളട്ടെ അല്ലാഹു ജീവനോടെ ഇരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. എന്നിട്ടൊരു ആയത്തോതി. വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല, റസൂലും മരിച്ചു എന്ന് പറഞ്ഞവർ അംഗീകരിക്കുന്നില്ല. എത്രത്തോളമാണ് ഇഷ്ടങ്ങൾ കേട്ടില്ലേ? തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ ഉപ്പ മരിച്ചിട്ട് ദിവസങ്ങളോളം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ശവം പോലും കബറടക്കാതെ വെച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്നേഹത്തിൻ്റെ ചരിത്രങ്ങൾ. ഒരു സമൂഹം വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഹബീബ് മരിച്ചിട്ടില്ല. ശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഓതി കൊടുത്തു. സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. മുഹമ്മദ് കേവലം ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹിമുർ റുസുൽ. അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ, ദൂതന്മാരുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അഫ ഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും. അദ്ദേഹം മരിച്ചു എന്നോ കൊല്ലപ്പെട്ടു എന്നോ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാവുകയാണോ? നിങ്ങൾ വന്ന ജഹാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് പറയുമ്പം ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന് ഒരു ഉപദ്രവം വരുത്തുകയില്ല. വസയജിസില്ലാഹു ശാകിരീൻ. അല്ലാഹു നന്ദി ചെയ്യുന്നവർക്ക് അവരുടെ നന്ദി, അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും. ഈ ആയത്ത് കേട്ടതോടുകൂടി സ്വഹാബത്ത് പറയാണ്, ആദ്യമായിക്കൊണ്ട് അള്ളാഹിൻ്റെ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അവർക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ആയത്ത് പാരായണം ചെയ്തപ്പോൾ അതൊരു പുതിയ ആയത്താണോ എന്നവർക്ക് തോന്നിപ്പോയിന്ന. ഈ ആയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടും ഞങ്ങൾ എന്തേ അത് ഓർത്തെടുക്കാതിരുന്നത്? പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. റസൂൽ മരിക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. ചൊവ്വ, ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച രാത്രിയിലേക്ക്, അഥവാ ബുധൻ കഴിഞ്ഞ മഗ്രിബ് കഴിഞ്ഞിട്ടാണെന്നും ബുധൻ പകലിലാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഫളലും അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ രണ്ട് പുത്രന്മാരായ ഫളല്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ്, ഔസ് ബിൻ ഖൗലി തുടങ്ങിയ സഹാബത്താണ് റസൂലിനെ കുളിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ ശരീരത്തിൻ്റെ ഗുഹ്യാവയവങ്ങൾ മറച്ചു വെച്ച് ശരീരം നീക്കം ചെയ്യണം, ശരീരത്തിലെ വസ്ത്രം നീക്കം ചെയ്യണം. അവർക്ക് അത്ഭുതം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം ഞങ്ങൾ വസ്ത്രം അഴിച്ചു മാറ്റിയേ ഇല്ല, അത് അഴിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം ശുദ്ധിയാണ്. വസ്ത്രം അഴിച്ചു മാറ്റാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മയ്യത്ത് കുളിപ്പിച്ചു. 3 വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിഞ്ഞു. തലപ്പാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധാരണ ധരിക്കുന്ന കമീസ് ഒന്നുമില്ലാതെ 3 നീളമുള്ള വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിൽ നിന്നുണ്ടാക്കുന്ന വസ്ത്രത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കഫൻ ചെയ്തത്. തുടർന്ന് റസൂലിൻ്റെ മയ്യത്ത് നമസ്കരിച്ചത് ജമാഅത്തായിക്കൊണ്ടല്ല. പ്രവാചകൻ്റെ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക്, പ്രവാചകൻ മരിച്ചു കിടക്കുന്ന റൂമിലേക്ക് ആളുകൾ വന്നു. യുസല്ലൂന അലാ റസൂലില്ലാ വലാ യഉമ്മുഹും അഹദ്. ഓരോരുത്തർ വന്ന് നിസ്കരിച്ചു പോവാണ്. ആരും ഇമാമത്ത് നിൽക്കുന്നില്ല. ആദ്യം കുടുംബക്കാർ നിസ്കരിച്ചു, പിന്നെ മുഹാജിറുകൾ നിസ്കരിച്ചു, പിന്നെ അൻസാരികൾ നിസ്കരിച്ചു. വസല്ലത അലൈഹിമുൻ നിസാഉ ബഅദ റിജാൽ. പുരുഷന്മാർക്ക് ശേഷം സ്ത്രീകൾ നിസ്കരിച്ചു. സുമ്മ സല്ല അലൈഹി സുബിയാൻ. അവസാനം ഞങ്ങളുടെ നേതാവിന് വേണ്ടി, തങ്ങളുടെ മുത്തു റസൂലിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിലെ കുഞ്ഞുങ്ങൾ നിസ്കരിച്ചു. അടുത്ത തർക്കം വന്നു, എവിടെ മറവ് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഖലീഫ ആരാണ്? ആ തർക്കത്തിന് പരിഹാരമായപ്പോൾ പ്രവാചകൻ മരിച്ച തിങ്കൾ കഴിഞ്ഞിരുന്നു. പിന്നെ തർക്കം, റസൂലിനെ ചൊവ്വാഴ്ച കുളിപ്പിച്ചു, എവിടെ മറവ് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് പരിഹാരം പറഞ്ഞു. റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ ഖുബില നബിയ്യുൻ
ഇല്ലാ ദുഫിന ഹൈസു ഖുബിൽ. ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ല എവിടെയാണോ അദ്ദേഹം മരണപ്പെട്ടത് അവരുടെ ഖബറടക്കാതെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ വെച്ചാണ് റസൂൽ മരിച്ചതെങ്കിൽ പ്രവാചകന്മാരുടെ പ്രത്യേകത എന്ന അർത്ഥത്തിൽ പ്രവാചകന്മാർ അങ്ങനെയാണ് മറവ് ചെയ്യപ്പെട്ടത് എന്ന് റസൂൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ത്വൽഹത്തുൽ അൻസാരിയാണ് റസൂലിൻ്റെ ഖബർ കുഴിച്ചത്. അബൂ ത്വൽഹത്തുൽ അൻസാരിയാണ്. അദ്ദേഹം റസൂലിൻ്റെ കട്ടിലിങ്ങോട്ട് മാറ്റി റസൂൽ കിടന്ന കട്ടിലിന് താഴെ ലഹദാണ് കുഴിച്ചത്. ഖബർ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഖബർ, കുഴിയെടുത്ത് സെൻട്രലായിരിക്കും മയ്യത്ത് കിടത്തുക, ചിരിച്ച് പടിഞ്ഞാറോട്ട് ചിരിച്ചു കിടത്തും, വലതുഭാഗം ചിരിച്ചു കിടത്തും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ലഹദായിരുന്നു. ലഹദെന്ന് പറഞ്ഞാൽ കുഴിയെടുക്കും, പക്ഷേ മയ്യത്ത് വെക്കുന്നത് പിന്നീട് സൈഡിലേക്കുള്ളൊരു കുഴിയായിരിക്കും. അതിലേക്ക് മയ്യത്ത് കയറ്റി വെച്ച ശേഷം കല്ലുകൾ ചെരിച്ചു വെച്ചിട്ട് മണ്ണിടുന്ന സമ്പ്രദായമാണ് ലഹദ്. പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കിയത് അബൂ ത്വൽഹത്തുൽ അൻസാരി കുഴിച്ച ലഹദിലാണ്. അബൂ ത്വൽഹ ലഹദ് കുഴിക്കുന്ന ആളായിരുന്നു. മദീനക്കാർ ലഹദായിരുന്നു സ്വീകരിച്ചിരുന്നത്. ലഹദിന് പ്രത്യേകത ഉള്ളതുകൊണ്ടൊന്നല്ല. അബൂ ത്വൽഹത്തുൽ അൻസാരി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഖബർ കുഴിക്കാൻ നേരത്ത് മുഹാജിറുകൾക്ക് ഖബർ കുഴിച്ചിരുന്ന സ്വഹാബി അവിടെ അല്ലായിരുന്നു. അവർ നമ്മുടെ സാധാ ഖബറായിരുന്നു കുഴിക്കൽ, മക്കക്കാർ. എന്നാൽ അൻസാരികൾ ലഹദായിരുന്നു. മരിക്കുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ ഖബർ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അബൂ ത്വൽഹത്തുൽ അൻസാരി അവിടെ ഉണ്ട് എങ്കിൽ ലഹദാവട്ടെ എന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഹദ് കുഴിച്ചു. റസൂലിനെ ഖബറടക്കി തിരിച്ചു വരിക. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഖാലത്ത് ഫാത്തിമത്തു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്, യാ അനസ്, യാ അനസ്, ഓ അനസേ, അതാബത് അൻഫുസുക്കും അൻ തഹ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് ആ പ്രവാചകൻ്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് മനസ്സ് എങ്ങനെയാണ് തോന്നിയത് അനസേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറയുന്നൊരു വാക്കുകളുണ്ട്. അതായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അയ്യുമാ അഹദിൻ മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, ഉസീബ ബി മുസീബത്തിൻ, ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, മക്കൾ മരിച്ചു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അപകടത്തിൽപ്പെട്ടു, എന്ത് മുസീബത്തുണ്ടായാലും ഫലിയതഅസ്സ ബി മുസീബതിഹി ബി, എൻ്റെ മുസീബത്തിനോട് അവൻ ചേർത്ത് വെച്ചു കൊള്ളട്ടെ, അത് എൻ്റെ മുസീബത്തിനോട് ചേർത്ത് വെച്ചു കൊള്ളട്ടെ അത്. ഫഇന്ന അഹദൻ മിൻ ഉമ്മത്തി ലൻ യുസാബ ബി മുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി, എൻ്റെ മുസീബത്തിനേക്കാൾ ഒരു വലിയ മുസീബത്ത് എൻ്റെ ഉമ്മത്തിൽ ഒരാൾക്കും വരാനില്ല. ഏതാ മുസീബത്ത് എന്നറിയോ? വഫാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്താണ്. അതിനേക്കാൾ വലിയ നഷ്ടം നമുക്ക് വേറൊന്നുമില്ല. ആ നഷ്ടം സംഭവിച്ചൊരു ദിവസമാണെന്ന്. അള്ളാഹുവിൻ്റെ നഷ്ടം റസൂൽ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയൊരു ദിവസമാണ്. ആ സമയത്ത് വദിത്തു അന്നീ ലൗ ലഖീതു ഇഖ്വാനീ, എൻ്റെ ഇഖ്വാനുകളെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഉമ്മത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം. റസൂലിനെ നേരിൽ കണ്ടില്ലെങ്കിലും റസൂലിൽ വിശ്വസിക്കുകയും റസൂലിനെ ഒന്ന് കാണാനുള്ള അവസരത്തിനായി ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.